നമ്മൾ പല വിഷയങ്ങളും പല സെമിനാറുകളിലും പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ചും പരിസ്ഥിതിയെപ്പറ്റി, പിന്നെ വികസനത്തെപ്പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ഒരു സുസ്ഥിരത എന്നൊരു എലിമെന്റ് വരാറില്ല. അപ്പോൾ സുസ്ഥിരത എന്ന് പറയുന്നൊരു ആശയം ഇപ്പം ലോകത്തെ പല ഭാഗങ്ങളിലും പല പുതിയ വിഷയങ്ങളും സർവകലാശാലകളിലൊക്കെ പഠന വിഷയമാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം, അടുത്ത കാലത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം സസ്റ്റൈനബിലിറ്റി സയൻസാണ്. സസ്റ്റൈനബിലിറ്റി സയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോ മേഖലയിലും, അത് ചിലപ്പോൾ കെമിക്കൽസ് ആകാം, അതല്ലെങ്കിൽ മറ്റു വിഷയങ്ങളാകാം, അതല്ലെങ്കിൽ പുതിയ ടെക്നോളജി ആകാം, എനർജി ആകാം, അതല്ലെങ്കിൽ പുതിയ പുതിയ ഡെവലപ്മെന്റൽ പ്രാക്ടീസസ് ആകാം. ഇതിനകത്തൊക്കെ തന്നെ നമുക്ക് എങ്ങനെയാണ് സുസ്ഥിരത കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളൊരാശയമാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ച തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് സിസ ഈ സസ്റ്റൈനബിലിറ്റി സയൻസ്, സൊസൈറ്റി, സസ്റ്റൈനബിലിറ്റി ഈ മൂന്ന് കാര്യങ്ങളാണ്. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് വികസനം എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിന്റെ വികസനമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതിനകത്ത് എങ്ങനെ സയൻസ് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഒരു ഉന്നമനം എങ്ങനെയാണ് ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തേണ്ടതെന്നുള്ളൊരു ചർച്ചയിലാണ് ഈ ഡയലോഗ് സീരീസ് ആരംഭിക്കുന്നത്. അതിനകത്ത് ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത വിഷയം എന്ന് പറയുന്നത് ഈ അക്വാട്ടിക് എക്കോസിസ്റ്റംസ് ഫോർ സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് നമ്മുടെ ജലാശയങ്ങൾ സുസ്ഥിര വികസനത്തിനും സുസ്ഥിരതയ്ക്കും സഹായിക്കുന്നത് എന്നുള്ള ആശയമാണ്. കഴിഞ്ഞ 2 തവണ നമ്മൾ സംസാരിച്ച വിഷയം ഒന്ന് കടലാണ്. കടൽ എങ്ങനെ നമ്മുടെ സുസ്ഥിര സമീപനങ്ങളെ സ്വാധീനിക്കുന്നു, വികസനത്തെ സ്വാധീനിക്കുന്നു, കടലുമായിട്ട് ബന്ധപ്പെട്ട വികസനം, അതായത് ബ്ലൂ ഡെവലപ്മെന്റ്, അതെങ്ങനെ സുസ്ഥിരമാക്കാം എന്നുള്ള ആശയങ്ങളാണ് ആദ്യത്തെ ദിവസം നമ്മൾ സംസാരിച്ചത്. രണ്ടാമത്തെ ദിവസത്തെ വിഷയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫ്രഷ് വാട്ടർ റിസോഴ്സസ് ആണ്, വെറ്റ്ലാൻഡ്സ് ആണ്. അതിനകത്ത് തണ്ണീർത്തടങ്ങൾ, പുഴ ഉൾപ്പെടെയുള്ള തണ്ണീർത്തടങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം, അതിന്റെ സുസ്ഥിരത എങ്ങനെ ഉറപ്പുവരുത്താം, അത് വികസനവുമായിട്ട് എങ്ങനെ ബന്ധിക്കാം, അങ്ങനെ സുസ്ഥിരതയുടെ ആശയങ്ങൾ എങ്ങനെ, പുതിയ ആശയങ്ങൾ എങ്ങനെ നമുക്ക് പ്രായോഗികതലത്തിൽ വരുത്താം എന്നുള്ളൊരു ആശയമാണ്. ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ന് ജലാശയങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്ന വികസനത്തിന് ഏറ്റവും വിഘാതമായിട്ട് നിൽക്കുന്നത് മലിനീകരണമാണ്. രണ്ടാമത്തത് കാലാവസ്ഥാ മാറ്റമാണ്. അപ്പൊ കാലാവസ്ഥാ മാറ്റവും മലിനീകരണവും എങ്ങനെയാണ് നമ്മുടെ ജലാശയങ്ങളെ, നമ്മുടെ വികസന സ്വപ്നങ്ങളെയൊക്കെ പിന്നെ പുറകോട്ടടിക്കുന്നത് എന്നുള്ളൊരു ആശയമാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് പരിഹരിക്കാനുള്ള ചില ഉപായങ്ങളൊക്കെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിന്റെ ഈ ഒരു സീരീസിൽ അവസാനത്തെ പ്രഭാഷണത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതെല്ലാം സർക്കാർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാറുന്നൊരു സമീപനമാണ് ഇപ്പൊ എല്ലായിടത്തും ഉള്ളത്. സർക്കാരിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. അതിനോടൊപ്പം തന്നെ എങ്ങനെ സമൂഹങ്ങൾക്ക് ഇതിനകത്ത് ഈ വികസന പ്രക്രിയയിൽ പങ്കാളികളാകാം, എങ്ങനെ പ്രാദേശിക സമൂഹങ്ങൾക്ക് ഈ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാം, ഈ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത എന്ന് പറയുന്ന ആശയം സാധാരണ ജനങ്ങളുടെ മനസ്സിലെ ചിന്തയിൽ ഇതൊക്കെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അവസാനത്തെ ഒരു ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ജല സുസ്ഥിരത, മലിനീകരണം, കാലാവസ്ഥാ മാറ്റം, ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. അതിൽ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്ന് ഇന്ത്യയിലെ ജലാശയങ്ങളുടെ അവസ്ഥ എന്താണ്, പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റം, മലിനീകരണം, ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മലിനീകരണത്തിന്റെ അവസ്ഥ എന്താണ്, ജല ഗുണനിലവാരവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം, അതാണ് അടുത്ത ഭാഗം. അത് കഴിഞ്ഞ് കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ് ഇന്ത്യയിലെ ജലാശയങ്ങളിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ജലവും സുസ്ഥിര വികസനവും തമ്മിൽ ബന്ധപ്പെടുത്താൻ എങ്ങനെ കഴിയും, എന്താണ് വാട്ടർ ഗവേണൻസ്. അപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് ഭരണ പ്രക്രിയയിൽ ജലം എങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആശയമാക്കി കൊണ്ടുവരാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ഈ സംസാരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒരു കാര്യം ആദ്യമേ പറയാം. ഒന്ന്, ശുദ്ധജലത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ പൊതുധാരണ എല്ലാവർക്കും ഉള്ളതാണ്. ഒന്ന്, നമുക്ക് ഈ ഭൂമിയിൽ എത്ര ശുദ്ധജലമുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ അറിയാം, ഈ ഭൂമിയുടെ ഒരു ചിത്രത്തിനകത്ത് ശരിക്ക് അതിന്റെ ഭാരമനുസരിച്ച് എന്തുമാത്രം ശുദ്ധജലം ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശുദ്ധജലമായിട്ട്, ഫ്രഷ് വാട്ടർ ആയിട്ട് ഭൂമിയിൽ ഉള്ളത് ഏതാണ്ട് 3% മാത്രം, 2.5%, 3% താഴെ മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വിചാരിക്കും 3% ഉണ്ടല്ലോ, അല്ലെങ്കിൽ 2.5% ഉണ്ടല്ലോ എന്നുള്ളതാണ്. അത് പലതും നമുക്ക് തിരിച്ചെടുക്കാനാവാത്ത വിധത്തിൽ പലപ്പോഴും ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾക്ക് അടിയിലോ അല്ലെങ്കിൽ ഭൂമിയിലെ വളരെ അടിയിലോ നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റാത്ത അത്ര ആഴത്തിലോ ആണ് പലപ്പോഴും ശുദ്ധജലം ഉണ്ടാവുക.
അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഭൂമിയിലുള്ള ശുദ്ധജലം എന്ന് പറയുന്നത് മൊത്തം ജലത്തിന്റെ ഏതാണ്ട് 3% താഴെ മാത്രമേ വരുള്ളൂ. അതിൽ തന്നെ നല്ലൊരു ശതമാനം മഞ്ഞുപാളികളായിട്ടും ഒക്കെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് നേരിട്ട് ശുദ്ധജലമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ള ജലത്തിന്റെ ഏതാണ്ട് 0.5% മാത്രമാണ് നമുക്ക് നേരിട്ട് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ജലമായിട്ട് നമുക്ക് ലഭ്യമായത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ശുദ്ധജലത്തിനെ നമുക്ക് കാണാൻ. വികസനത്തെ പറ്റിയിട്ട് ശുദ്ധജലത്തിന്റെ ഒരു പ്രാധാന്യം വരുമ്പോഴും ചർച്ച ചെയ്യേണ്ടത് ഭൂമിയിലുള്ള മൊത്തം ജലത്തിന്റെ 0.5% മാത്രമാണ് നമുക്ക് നേരിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് വികസന പ്രക്രിയകൾക്ക് ഉൾപ്പെടെ ഉള്ളത് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കാൻ നമുക്ക് ആദ്യം ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യം എടുക്കാം. നമ്മൾ ഇത് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങള് താമസിക്കുന്ന ഒരു ഭൂമിയായിട്ട് മാറുമെന്ന് കരുതിയിരുന്നത് 2035 ഒക്കെയാണ്. പക്ഷെ ഇപ്പൊ തന്നെ നമ്മളെ ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഓർക്കണം, ഏറ്റവും അധികം ജനസംഖ്യ ഉണ്ടായിരുന്ന ചൈനയില് കരഭൂമി എന്ന് പറയുന്നത് നമ്മുടെ 3 ഇരട്ടിയാണ്. അപ്പൊ നമ്മുടെ 3 ഇരട്ടി പ്രദേശം ഭൂമിയുള്ള ചൈനയിലാണ് ഇതിനു മുമ്പ് നേരത്തെ ഏറ്റവും അധികം ജനസംഖ്യ ഉണ്ടായിരുന്നത്. ലോകത്തെ ജനസംഖ്യയുടെ 18% വരുന്നത് ആണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ ലോകത്തെ കരഭൂമിയുടെ അല്ലെങ്കിൽ ലാൻഡിന്റെ ഏതാണ്ട് 4% മാത്രമാണ് നമുക്കുള്ളത്. ഇതാണ് ഏറ്റവും അധികം ജലാശയങ്ങൾ മറ്റ് ആവാസ വ്യവസ്ഥകൾക്ക് ഏറ്റവും അധികം സമ്മർദ്ദം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ആളോഹരി ജലം, ഇത്രയധികം ജനസംഖ്യ ഉള്ളത് കൊണ്ട് തന്നെ ആളോഹരി ജലത്തിന്റെ ലഭ്യതയും ലോകത്തെ മറ്റു രാജ്യങ്ങളെക്കാളും വളരെ കുറവാണ്. പക്ഷെ ഭാഗ്യം എന്താ പറഞ്ഞാൽ നമുക്കിപ്പോഴും ആവശ്യത്തിന് മഴ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കരുതി ഉപയോഗിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ജലം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഒരു കാര്യം കൂടി ഓർക്കണം, ഇന്ത്യയിലെ ജനന നിരക്ക് പുതിയ കണക്കനുസരിച്ച് ഓരോ സെക്കൻഡിലും ഒരു പുതിയ ഇന്ത്യക്കാരൻ ജനിക്കുകയാണ്. അപ്പൊ ഓരോ സെക്കൻഡിലും ഒരു പുതിയ ഇന്ത്യക്കാരൻ ജനിക്കുക എന്ന് പറയുന്നത് ഭൂമിയിൽ അത്രയധികം സമ്മർദ്ദം, പ്രത്യേകിച്ച് പ്രകൃതി വിഭവങ്ങളുടെ മേലെ വരും കാലങ്ങളിലും വളരെയധികം സമ്മർദ്ദം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണണം എന്നുള്ളതാണ്. ഇനി കണക്കുകൾ പറയുന്നത്, ഈ ചിത്രത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റം രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളം എന്ന് പറയുന്നത് ഒരു വളരെ അമൂല്യമായ വസ്തുവായിട്ട് മാറുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഗുജറാത്തിലെ ഒരു വില്ലേജാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ പലപ്പോഴും ജാതിയുടെയും മതത്തിന്റെയൊക്കെ പേരിൽ ഒരുപാട് ചർച്ച നടത്തുന്ന ഒരു സമയമാണ്. ഇതൊന്നും ചർച്ച ചെയ്യാത്ത ഒരേ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് വെള്ളം എടുക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ മതം ചിന്തിച്ചില്ല, ജാതി പറയില്ല, മറ്റു കാര്യങ്ങളൊന്നും പറയില്ല. നമുക്ക് അമൂല്യമായ ഒരു വസ്തു കുറച്ചു മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ കുറച്ചു മാത്രം ബാക്കിയുള്ള ഒരു പ്രകൃതി വിഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു മുൻഗണന എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ ന്യായയുക്തമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. വഴക്കൊന്നും കൂടാതെ നമുക്ക് ഇതെങ്ങനെ വീതിച്ചെടുക്കാം എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും വരിക. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യ ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമായതുകൊണ്ടും ഇവിടെ പ്രകൃതി വിഭവങ്ങൾ ആവാസ വ്യവസ്ഥകളിലേക്ക് ഒരുപാട് നാശം അതുകൊണ്ട് തന്നെ വരുന്നത് കൊണ്ടും ഏതാണ്ട് കാലാവസ്ഥാ മാറ്റം വളരെ രൂക്ഷമായിട്ട് ഇന്ത്യയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടും 2030 ആകുമ്പോൾ ഏതാണ്ട് 40% ഇന്ത്യക്കാർക്കും ശുദ്ധമായ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് മിക്കവാറും എല്ലാ പഠനങ്ങളും പറയുന്നത്. ഈ പഠനങ്ങൾ വിദേശ ഏജൻസി നടത്തിയതല്ല, നീതി ആയോഗ്, ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ കാര്യങ്ങൾ, ആസൂത്രണത്തിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന നീതി ആയോഗിന്റെ തന്നെ വാട്ടർ ബാലൻസ് സ്റ്റഡിയാണ്. ഈ പഠനം പല അന്തർദേശീയ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഏതാണ്ട് 40% ആൾക്കാർ 2030 ആകുമ്പോൾ ശുദ്ധജല ദൗർലഭ്യം വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു പൊതുവായ കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണെങ്കിലും ലോകത്ത് ഏറ്റവും അധികം പുഴയെ ആരാധിക്കുന്ന ഒരു മനുഷ്യ സമൂഹം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. ഉദാഹരണം ഗംഗ തന്നെ എടുക്കാം. ഗംഗ തന്നെ ഒരുപക്ഷെ ലോകത്ത് ഇത്രയധികം ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ വേറെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതേസമയം അതിന്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം മലിനീകരിക്കപ്പെട്ട 2 നദികൾ, ഒന്ന് ഗംഗയും രണ്ടാമത്തെ അതിന്റെ പോഷക നദിയായ യമുനയുമാണ് എന്നുള്ളതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് കഴിഞ്ഞ ഏപ്രില് ഡൽഹിയിലെ യമുനയിലുള്ള ഒരു സാഹചര്യമാണ്. അവിടെ ഈ പതയായിട്ട് കാണുന്നത് മുഴുവൻ ഫാക്ടറിയിൽ നിന്ന് തുറന്നുവിട്ട മാലിന്യങ്ങൾ, അതിന്റെ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ ഫോം അല്ലെങ്കിൽ പത അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ അതിന്റെ അകത്ത് നിന്ന് തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതേസമയം ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ഏറ്റവും അധികം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ വന്ന
ഏറ്റവും വലിയ പുഴ ശുദ്ധീകരണ പദ്ധതിയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് എന്നുള്ളതാണ്. ഗംഗ ആക്ഷൻ പ്ലാൻ, നവോമി ഗംഗ എന്ന് പറയുന്ന വേറൊരു പദ്ധതി അവിടെ നടക്കുന്നുണ്ട്. ഇതൊരു വലിയ ഒരു വൈരുദ്ധ്യമാണ്. പുഴയുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു അവസ്ഥയാണ്, ആവാസ വ്യവസ്ഥയുടെ ഇന്നത്തെ ഒരു ചിത്രമാണ് നിങ്ങൾ ഇത് രണ്ടിലും കാണുന്നത്. പുഴയെ ആരാധിക്കുന്ന ഒരു ജനസമൂഹം, അതേസമയം ലോകത്തെ ഏറ്റവും മലിനമായ 2 പുഴകളുമുള്ള ഒരു പ്രദേശം എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പുഴകളും ഇങ്ങനെയാണെന്ന് ധരിക്കരുത്. ലോകത്തെ ഏറ്റവും ശുദ്ധമായ പുഴയുള്ള ചില പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട്. ഇത് മേഘാലയയിലെ ഉംഗോട്ട് എന്ന് പറയുന്ന ഒരു നദിയാണ്. നദിയുടെ ഏത് ഭാഗത്ത് പോയാലും നിങ്ങൾക്ക് അതിന്റെ അടിത്തട്ട് വരെ വളരെ നന്നായിട്ട് കാണാം. ആ പുഴയെ എങ്ങനെ ജനവിഭാഗം കൈകാര്യം ചെയ്യുന്നു, ജനങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പുഴ എങ്ങനെ മാറുമെന്നത്. കാരണം അവിടെ ഫാക്ടറി ഒന്നുമില്ല, മലിനീകരണമൊന്നുമില്ല, ജനസംഖ്യ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശുദ്ധമായ ചില ജലാശയങ്ങളിൽ ഒന്ന് ഇന്ത്യയിലുണ്ട്, നാഗാലാൻഡിലുണ്ട്, ഉംഗോട്ട് റിവറാണ്. ഇന്നിപ്പോ ഒരു വലിയ ടൂറിസം കേന്ദ്രമാണ്. ഇപ്പോൾ അവിടെ സുസ്ഥിരത ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കാരണം ബോട്ടുകളിലൊന്നും ഇപ്പോഴും മോട്ടോർ ഉപയോഗിക്കുന്നില്ല. കാരണം എണ്ണ മലിനീകരണം വരും എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും നല്ല ഒരു ഉത്തരവാദിത്ത ടൂറിസം, ഒരു എക്കോ ടൂറിസം നടത്താനുള്ള ഒരു മേഖലയായിട്ടും കൂടി അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പുഴകൾ ഇപ്പോൾ ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണെങ്കിൽ തിരിച്ച് നമുക്ക് പുഴയോട് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അതിനെ മാലിന്യമുക്തമാക്കി വെക്കുക, അത്തരത്തിലുള്ളൊരു മാനസിക സമീപനം വരിക എന്നുള്ളത് ഇന്ത്യയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇനി വാട്ടർ സ്ട്രെസ്സിന്റെ കാര്യത്തിലേക്ക് വരാം. വാട്ടർ സ്ട്രെസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്ക് ഉപയോഗവും ലഭ്യതയും ഉപയോഗവും തമ്മിലുള്ള ബാലൻസ് തെറ്റുമ്പോഴാണ് പലപ്പോഴും വാട്ടർ സ്ട്രെസ് ഉണ്ടാകുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള വികസനത്തിനുൾപ്പെടെ, ജലസേചനത്തിനുൾപ്പെടെ, കൃഷിക്കുൾപ്പെടെ നമുക്ക് ജലം ആവശ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മളെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം കൂടുമ്പോഴാണ് ഈ വാട്ടർ സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പൊ സ്ട്രെസ്സാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഏതാണ്ട് 50% ജനങ്ങളും ഇപ്പോൾ വാട്ടർ സ്ട്രെസ് അനുഭവിക്കുന്നു. അത് കുറച്ചും കൂടി രൂക്ഷമാകും വരും കാലങ്ങളിൽ എന്നുള്ളതാണ് ഒരു കണക്ക്. അത് മാത്രമല്ല, ഈ ലോകത്തെ ഈ 4% ജലാശയങ്ങൾ, ശുദ്ധജല സ്രോതസ്സുകൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അതേസമയം ഞാൻ പറഞ്ഞു വളരെയധികം ഡിമാൻഡ് ഉണ്ട്. ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ടും വികസന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ മുന്നിലേക്ക് വരുന്നത് കൊണ്ടും തന്നെ ഒരുപാട് ജലത്തിന്റെ ആവശ്യം ഭാവിയിലും ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കണക്കുകളുണ്ട്. അപ്പൊ ഒരുപാട് കണക്കുകളിൽ പല കണക്കുകളും പറയുന്നത് 2030, 2050 ആകുമ്പോൾ ഇന്ത്യയിലെ ജലലഭ്യത എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും അധികം ജല ദൗർലഭ്യമുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് നമുക്ക് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയാണ്. രണ്ടാമത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഡെവലപ്പിംഗ് എക്കോണമിയാണ്. അപ്പൊ എക്കണോമി ഡെവലപ്പ് ചെയ്യുമ്പോഴും ജലത്തിന്റെ ആവശ്യം വരും, ഇൻഡസ്ട്രീസിൽ ഉൾപ്പെടെയുള്ള ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അധികം ഇന്ത്യയിൽ സമ്മർദ്ദത്തിലാകുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് ശുദ്ധജലം തന്നെയായിരിക്കും എന്നുള്ള കണക്കുകളെല്ലാം വളരെയധികം പഠനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് ഏതാണ്ട് 1950 മുതൽ ഇന്ന് വരെയുള്ള ഈ ജലത്തിന്റെ ഡെഫിഷ്യൻസി ആണ് കാണുന്നത്. വളരെ കഴിഞ്ഞ ഒരു 50 വർഷങ്ങളിൽ വളരെ താഴോട്ടാണ് ജലത്തിന്റെ ലഭ്യത പറയുന്നത്. പ്രത്യേകിച്ച് ഓരോ വർഷവും ഓരോ വ്യക്തിക്കും ലഭ്യമായ ജലത്തിന്റെ അളവിൽ വളരെ കാര്യമായ കുറവ് കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ ഇത്രയധികം ജനസംഖ്യ ഉണ്ടാകുകയും നമ്മുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളൊക്കെ തന്നെ അത്രയും കാര്യക്ഷമമല്ലാതെ വരികയും ചെയ്യുമ്പോൾ ഇത് പലതും, പ്രത്യേകിച്ച് 70% നിലവിലുള്ള ശുദ്ധജല സ്രോതസ്സുകളും മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും കൂടി അറിയണം. അത് മാത്രമല്ല, നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന പല അന്തർദേശീയ സംവിധാനങ്ങളുമുണ്ട്. അതിന് പല മാനദണ്ഡങ്ങളും സൂചകങ്ങളുമുണ്ട്. ഇതിന് എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് എന്നൊക്കെ പറയും. ഇതിന് പലപ്പോഴും വിദേശ രാജ്യങ്ങളുടെ ഒരു ഇൻഡെക്സ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ പരിസ്ഥിതി മായിട്ട് ബന്ധപ്പെട്ട പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡെക്സുകളിൽ ഈ 2024 ഇൻഡെക്സിൽ 180 രാജ്യങ്ങളുടെ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 176ആണ്. അതിനർത്ഥം പലപ്പോഴും അന്തർദേശീയ നിലവാരത്തിനൊപ്പം ഉള്ള സംരക്ഷണ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം വളരെ മോശമാണെന്നുള്ളതൊന്നല്ല. പക്ഷെ ആ നിലവാരത്തിനനുസരിച്ചുള്ള, ആ സൂചകങ്ങൾക്കനുസരിച്ചുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന നഗരവൽക്കരണമാണ്.
നഗരവൽക്കരണമാണ്. അത് കേരളത്തിൽ വളരെ അങ്ങനെ ഒരു നഗരം ഗ്രാമം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാ പ്രദേശങ്ങളും അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും മനുഷ്യവിസർജ്യങ്ങളിൽ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതി വളരെ കാര്യക്ഷമമല്ല. അതിനും അന്തർദേശീയ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല. പലപ്പോഴും ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും ഇന്ത്യയിൽ പൊതുവായിട്ട് ഈ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ പൊതു ചർച്ചകളിൽ, പ്രത്യേകിച്ചും ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ വരാത്തൊരു കാര്യം, ഇന്ത്യയിൽ എത്ര പേരാണ് ഓരോ വർഷവും ഈ ജലമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മരണപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും മരിക്കുന്നത് ഒന്നാമത്തത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ആക്സിഡന്റുകളിലാണ്, മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റുകളിലാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വെക്ടർ ബോൺ ഡിസീസസ് ആണ്, അല്ലെങ്കിൽ കൊതുക് അല്ലെങ്കിൽ മറ്റ് ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു കാരണം ജലവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുടെ വ്യാപനം ആണ് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും 70% സർക്കാരിന്റെ, പ്രത്യേകിച്ചും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ തന്നെ കണക്കുകൾ അനുസരിച്ചിട്ട് ഇന്ത്യയിലുള്ള പുഴകളിൽ ഏതാണ്ട് 70% ഇപ്പോൾ ഈ കോളൈ ബാക്ടീരിയ അല്ലെങ്കിൽ മനുഷ്യ വിസർജ്യത്തിൽ കാണുന്ന എസെരിഷ്യ കോളി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം പലപ്പോഴും ഈ സ്രോതസ്സുകളൊക്കെ തന്നെ, പ്രത്യേകിച്ചും പൊതുവായ ജലാശയങ്ങളൊക്കെ തന്നെ ഈ മനുഷ്യ വിസർജ്യം എത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കേരളത്തിൽ കുറച്ചും കൂടെ വിചിത്രമായ ഒരു സാഹചര്യമാണുള്ളത്. കാരണം കേരളത്തിലാണ് ഏറ്റവും അധികം, ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശരാശരി കിണറുകളുള്ള സ്ഥലം കേരളമാണ്. അതുകൊണ്ട് തന്നെ കിണറുകളും സെപ്റ്റിക് ടാങ്കുകളും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് സാധാരണ വരുന്ന ഏറ്റവും മിനിമം വേണ്ടുന്ന 5 മീറ്റർ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകാറില്ല. കാരണം ചെറിയ ഹോം സ്റ്റേസിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കണ്ടാമിനേഷൻ, ഈ പ്രത്യേകിച്ചും ബാക്ടീരിയൽ കണ്ടാമിനേഷനുള്ള എല്ലാ സാധ്യതയും കേരളത്തിൽ കുറച്ച് കൂടുതലാണ് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് പൊതുജലാശയങ്ങളുടെ കാര്യമാണ്. ഇത് മാത്രമല്ല, ഓരോ ദിവസവും ഏതാണ്ട് 400 ദശലക്ഷം ലിറ്റർ വേസ്റ്റ് വാട്ടറാണ് നമ്മുടെ പൊതുജലാശയങ്ങളിലേക്ക് ഇന്ത്യയിൽ മൊത്തമായിട്ട് എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അത് ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കണക്കിലെടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്, ഇനി ഭാവിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ജലം ആവശ്യമുണ്ട്, എത്ര ജലം ലഭ്യമാണ് എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഡിമാൻഡ് സപ്ലൈ എന്നുള്ളൊരു അനുവാദം നോക്കിക്കഴിഞ്ഞാൽ, ആ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2030 ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ജലത്തിന്റെ ഏതാണ്ട് കുറവ് എന്ന് പറയുന്നത് ഏതാണ്ട് പകുതിയോളമാണ്. അതായത് നമുക്ക് ആവശ്യം വേണ്ടുന്ന ജലത്തിന്റെ പകുതി മാത്രമേ, ശുദ്ധജലം നമുക്ക് മറ്റാവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ലഭ്യമാകൂ എന്നുള്ള കണക്കുകളാണ് മിക്കവാറും എല്ലാ ശാസ്ത്രീയ പഠനങ്ങളും വെളിവാക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും 2030-2050 ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ശരാശരി മനുഷ്യന് ആവശ്യമുള്ള ശുദ്ധജലത്തിന്റെ ലഭ്യതയിൽ ഏതാണ്ട് പകുതി കുറവുണ്ട് എന്നുള്ളതാണ്. അതിന്റെ നമ്മൾ സപ്ലൈയിൽ, ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ നോക്കുകയാണെങ്കിൽ സപ്ലൈയിൽ അത്രയധികം കുറവുണ്ടാകും എന്നുള്ളതാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ഇനി വേറൊരു കാര്യം, നമുക്ക് ഇതൊരു കാർഷിക സംസ്കാരം വളരെ വേരൂന്നിയ ഒരു രാജ്യമാണ്. ഏറ്റവും അധികം ആൾക്കാർ ഇപ്പോഴും ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ ഭാവിയിലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ആദ്യത്തെ ആവശ്യം തീർച്ചയായിട്ടും വെള്ളമാണ്. ഇനി ഈ വെള്ളം, നമുക്ക് ആവശ്യമുള്ള ജലത്തിന്റെ ലഭ്യത എവിടുന്ന് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കൃഷിക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഏറ്റവും അധികം ജലം ഉപയോഗിക്കുന്നത് ഭൂഗർഭജലമാണ്. അത് പമ്പ് ചെയ്തിട്ടെടുക്കുന്ന രീതിയാണുള്ളത്. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും അധികം ശുദ്ധജലം, പ്രത്യേകിച്ചും ഭൂഗർഭജലം ഇല്ലാതാകുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ലഭ്യമായിരുന്ന ആളോഹരി ജലലഭ്യത എന്ന് പറയുന്നത് 5000 ക്യൂബിക് മീറ്റർ ഒരു വർഷം ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത്. ഇപ്പോൾ അതിന്റെ ലഭ്യത എന്ന് പറയുന്നത് 1545 ക്യൂബിക് മീറ്ററാണ്. അപ്പൊ ഇത്രയധികം കുറവ് ഭൂഗർഭജലത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കണം. അത് നമ്മൾ കാണേണ്ടത് അതിനുശേഷം വന്ന ഡാമുകൾ ഉൾപ്പെടെ ഒരുപാട് ജലസേചന പദ്ധതികൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഈ കഴിഞ്ഞ 50 വർഷം വന്ന ഒരു വലിയ മാറ്റം എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം സമൃദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യത്ത് ഭൂഗർഭജലത്തിന്റെ അവസ്ഥ ഇതാണ്. അതായത് നമ്മുടെ രാജ്യം ലോകത്ത് മറ്റു പല രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും മഴ ലഭ്യമാണ്, വെള്ളം ലഭ്യമാണ്. അതിന്റെ ഒരു മിസ്മാനേജ്മെന്റ് ആണ് പലപ്പോഴും ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇതും സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിന്റെ തന്നെ കണക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജലം വിനിയോഗിക്കുന്നതിന് വന്നുള്ള അപജയമാണ്. അതിന്റെ അശാസ്ത്രീയതയാണ് പലപ്പോഴും ഈ ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ്. ഇനി എത്ര പേർക്ക് ഇത് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ജലം നമ്മൾ വലിച്ചെടുത്താൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജലം വലിച്ചെടുത്താൽ ഭൂമിക്ക് എന്ത് പറ്റും എന്നുള്ളതാണ്.
ഇത് രസകരമായ പഠനമാണ്. അതായത് ഭൂമിയെ നിങ്ങളൊരു ബലൂൺ ഒരു വലിയ ബോളായിട്ട് കണക്കാക്കുക. അതിനകത്ത് മുഴുവൻ വായു നിറച്ചിരിക്കുക. അപ്പോൾ വായു നിറച്ചിട്ട് ആ വായു കുറച്ചെടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. എന്ത് സംഭവിക്കുന്നത്? സ്പീഡ് മാറും, ഇത് ചരിവ് മാറും. ഭൂമിക്ക് സ്വാഭാവികമായിട്ടൊരു ചരിവുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തെ പ്രത്യേകിച്ച് 2023 വന്ന ചില പഠനങ്ങൾ കാണിക്കുന്നത്, ആഗോളതലത്തിൽ വന്ന പഠനങ്ങൾ കാണിക്കുന്നത്, ലോകത്തിന്റെ പല ഭാഗത്തും ഭൂമിക്ക് അകത്തു നിന്ന് വെള്ളം ഊറ്റിയെടുക്കുമ്പോൾ ഭൂമിയുടെ ചരിവ് കൂടുന്നു. ഭൂമിയുടെ ചരിവ് കൂടുന്നു എന്നതാണ് ഏറ്റവും പുതിയ പഠനം. അതായത് ഭൂമിക്ക് ചരിവ് അല്പം കൂടിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അകത്തുള്ള വെയിറ്റ് മാറുന്നു, വെള്ളം മുഴുവൻ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനം കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം ഈ ഒരു ഷിഫ്റ്റിംഗ് ആണ്, ഭൂമിക്ക് വന്നിട്ടുള്ള ഒരു ചരിവാണ്. ഈ ചരിവിന്റെയും കാരണം അമിതമായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യ മാത്രം ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങനെ ഏറ്റവും അധികം ഭൂഗർഭജലം വലിച്ചെടുക്കുന്ന ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും അധികം കൂടി വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു 20 വർഷങ്ങൾക്കകത്താണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ജലസേചനത്തിന് വേണ്ടിയിട്ട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല, ഈ പല പഠനങ്ങളും വരുന്നുണ്ട്, അമിതമായിട്ട് ജലം വലിച്ചെടുക്കുന്നത് പല സ്ഥലങ്ങളിലും പിന്നെ ഭൂചലനത്തിന് തന്നെ കാരണമായിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പൊതുധാരയിൽ സംസാരിക്കാത്ത പല വിഷയങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്ന് ഭൂഗർഭജലത്തിന്റെ അമിതമായ ഉപയോഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഭാവിയിൽ സുസ്ഥിരതയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലും കൂടി നമ്മുടെ ശ്രദ്ധ വരേണ്ടതാണ് എന്നുള്ളതും കൂടി. ഇനി എങ്ങനെയാണ് നമ്മൾ കൃഷി രീതികളിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ടെന്ന് നമ്മൾ നോക്കണം. ഒന്ന്, നമ്മൾ എല്ലാ വിളകളുടെയും വെള്ളത്തിന്റെ ആവശ്യം ഒരുപോലെയല്ല, അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ വ്യത്യാസം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നെല്ലാണ്. അത് മാറ്റിയിട്ട് നമ്മൾ പെട്ടെന്ന് ഗോതമ്പിലേക്കും കരിമ്പിലേക്കും ഒക്കെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ 2 ഇരട്ടി 3 ഇരട്ടി വെള്ളം ആവശ്യമുള്ള വിളകളിലേക്ക് നമ്മൾ കൃഷി രീതികൾ മാറ്റുക. ഒരുപക്ഷെ കേരളവും തമിഴ്നാടും തമ്മിൽ നടക്കുന്ന ഈ ഇത്തരത്തിലുള്ള വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ തന്നെയും ഈ കൃഷി രീതികളിൽ വന്ന മാറ്റവും വെള്ളത്തിന്റെ ആവശ്യകത തീർച്ചയായിട്ടും മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കൃഷി രീതികളിൽ വന്ന മാറ്റം, പ്രത്യേകിച്ചും ജലം ഒരുപാട് ഉപയോഗിക്കുന്ന വാട്ടർ തേഴ്സ്റ്റി ആയിട്ടുള്ള പിന്നെ ക്രോപ്പുകൾ, പ്രത്യേകിച്ചും കരിമ്പിലേക്ക് വന്ന ഒരു മാറ്റം, വളരെ വ്യാപകമായിട്ട് പരുത്തി കൃഷി ചെയ്യാൻ തുടങ്ങിയത്, പ്രത്യേകിച്ചും സെൻട്രൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യാൻ തുടങ്ങിയത്, ഇതെല്ലാം ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഭൂഗർഭജലത്തിന്റെ അളവിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിലേക്കും സുസ്ഥിരതയിലേക്കും ചിന്തിക്കുമ്പോൾ, ജല മാനേജ്മെന്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കൃഷി രീതികളിൽ വരുത്തുന്ന മാറ്റവും കൂടി ഇതിനകത്ത് ചർച്ചാ വിഷയമാക്കണം എന്നുള്ളതും കൂടി ഇതിനകത്ത് നമ്മൾ സുസ്ഥിരതയെ പറ്റി ചിന്തിക്കുമ്പോൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും വളരെയധികം വെള്ളം ആവശ്യമുള്ള കൃഷി രീതികൾ വെള്ളം ഇല്ലാത്ത പ്രദേശങ്ങളിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതിന്റെ ഒരുപാട് ഈ പരുത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പിന്നെ അന്തർദേശീയ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിനകത്ത് നോക്കണമെങ്കിൽ അരാൾ കടലിന്റെ കഥ മാത്രം നോക്കിയാൽ മതി. പ്രത്യേകിച്ചും പഴയ സോവിയറ്റ് യൂണിയനിൽ പല രാജ്യങ്ങളുടെ ഇടയിൽ കിടന്നിരുന്ന ഒരു വിശാലമായ സമുദ്രമാണ് അരാൾ കടൽ. അന്ന് പ്രത്യേകിച്ചും ഒരു വ്യവസായവൽക്കരണത്തിന് ശേഷം റഷ്യ നേതൃത്വം നൽകിയ പരിപാടി എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ പണ്ട് അവിടെ ഗോതമ്പ് കൃഷി ചെയ്തുകൊണ്ടിരുന്നു, അതെല്ലാം മാറ്റിയിട്ട് പരുത്തി കൃഷി അന്ന് ഡിമാൻഡ് കൂടിയപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് പരുത്തി കൃഷി ചെയ്യാൻ തുടങ്ങി. പരുത്തി കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പരുത്തിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. പരുത്തിയിലാണ് ഏറ്റവും അധികം കീടം ഉണ്ടാകുന്ന ഒരു വിളയും കൂടിയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും വ്യാപകമായിട്ട് ഈ രാജ്യങ്ങളിലെല്ലാം കീടനാശിനികൾ ഉപയോഗിക്കാൻ തുടങ്ങി. വളരെയധികം വെള്ളം ആവശ്യമുണ്ട്. അന്ന് അമൃതരിയ സിറുതരിയ ഈ 2 നദികളാണ് അരാൾ കടലിലേക്ക്, അത് കടലെന്ന് പറയുമെങ്കിൽ കടലല്ല, അതിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഈ 2 നദികളിലും നിരവധി ഡാമുകൾ നിർമ്മിച്ചു. ഈ വെള്ളമെല്ലാം ഡൈവേർട്ട് ചെയ്തിട്ട് പരുത്തി കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു. പരുത്തിക്കെല്ലാം പ്രതിരോധത്തിന് വേണ്ടി വ്യാപകമായിട്ട് ഈ പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതോടുകൂടി അന്ന് റഷ്യയിലെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വലിയ കപ്പലുകൾ വേണം. കപ്പലുകളിലാണ് മാത്രമേ ഈ അരാൾ കടൽ മുറിച്ച് കടക്കാനായിട്ട് പറ്റൂ. ശുദ്ധജലാശയമാണ്. ഇന്ന് അരാൾ കടൽ ഏതാണ്ട് നമ്മുടെ മാപ്പിൽ തന്നെ ഇല്ലാതായ ഒരവസ്ഥയാണ്. ആ കപ്പലുകളൊക്കെ ഇപ്പോഴും പിന്നെ കടലിന്റെ അടിത്തട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് മറുവശം ഇതിന് സാമൂഹ്യമായ വശമാണ്. ഇത്രയും വ്യാപകമായിട്ട് കൃഷി രീതികൾ മാറ്റിയപ്പോൾ, കോട്ടൺ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും വ്യാപകമായിട്ട് കീടനാശിനികൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം ഇന്ന് ക്യാൻസർ പേഷ്യൻസ് ഉള്ളത്, ക്യാൻസർ രോഗികളുള്ളത് ഈ അരാൾ കടലുമായിട്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കണക്ക്. ഇതുപോലത്തെ ഒരു കണക്ക് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇന്ത്യയിൽ നിന്ന് ക്യാൻസർ ട്രെയിനുകൾ പോകുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ആശുപത്രിയിലേക്ക് പോകുന്ന സ്ഥലം, അത് പഞ്ചാബാണ്.
പഞ്ചാബില് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയും കടും കൃഷിയിലേക്ക് മാറുകയും പ്രത്യേകിച്ച് പ്രകൃതി കൃഷിയിൽ നിന്നൊക്കെ ഒരുപാട് മാറുകയും ചെയ്യുമ്പോൾ ഏറ്റവും അധികം ക്യാൻസർ രോഗികൾ ഇന്നുള്ള സ്ഥലം പഞ്ചാബാണ്. പ്രത്യേകിച്ചും ജലവുമായിട്ട് ബന്ധപ്പെടുത്തി ഭൂവിനിയോഗവുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങളാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിരീതികളിൽ വന്ന മാറ്റവും ജലത്തിന് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മലിനീകരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് പറയേണ്ടത്. ഇനി പൊതുവെ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട ജലവുമായിട്ട് ബന്ധപ്പെട്ട മലിനീകരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വന്നാൽ ഒന്നാമത് തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഏറ്റവും അധികം ജലജന്യ രോഗങ്ങൾ ഉള്ള ഒരു രാജ്യം ലോകത്ത് ആഫ്രിക്ക കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. അപ്പൊ അതും കൂടി മനസ്സിലാക്കണം. പ്രത്യേകിച്ചും കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് കേരളത്തിൽ ഉൾപ്പെടെ ഇത്രയധികം മെഡിക്കൽ സംവിധാനങ്ങളിൽ കേരളത്തിൽ പോലും അടുത്ത കാലത്ത് പെട്ടെന്ന് വർദ്ധിക്കുന്ന രോഗങ്ങളൊക്കെ തന്നെയും ഒന്നുകിൽ ജലജന്യ രോഗങ്ങളാണ്, ഇല്ലെങ്കിൽ മസ്കിറ്റോ ബോൺ ഡിസീസസ് ആണ്, അല്ലെങ്കിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതെല്ലാം നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ടും ജലത്തിന്റെ ഒരു ഉപയോഗത്തിൽ വന്ന മാറ്റവും ഗുണനിലവാരത്തിൽ വന്ന മാറ്റങ്ങളും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് എന്നുള്ളതാണ്. രണ്ടാമത് ഈ വെള്ളം വലിച്ചെടുക്കുമ്പോഴുള്ള പ്രശ്നം, പ്രത്യേകിച്ച് നമ്മൾ എല്ലാ പ്രദേശങ്ങളിലും വെള്ളം നമുക്ക് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ ഒരു രീതി മുഴുവൻ മാറിയിരിക്കുന്നു. നമ്മൾ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും കുഴൽ കിണർ കുത്തും, വെള്ളം വലിച്ചെടുക്കും. അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ ജിയോളജിക്കലി ചില സ്ഥലങ്ങളിൽ ആഴ്സനിക്കിന്റെ മാലിന്യങ്ങളുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളെയും നമ്മൾ ഒഴിവാക്കാറില്ല. അപ്പൊ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന കേരളത്തിൽ ഉൾപ്പെടെ പ്രത്യേകിച്ചും ആലപ്പുഴ ഭാഗങ്ങളിൽ, ചേർത്തല ഭാഗങ്ങളിൽ വെള്ളത്തിൽ ആഴ്സനിക്കിന്റെ അളവ് കൂടുതൽ. ഇപ്പൊ ആഴ്സനിക്കൊരു വളരെയധികം ക്യാൻസർ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അളവ്, ആഴ്സനിക്കിന്റെ അളവ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഫ്ലൂറൈഡിന്റെ അളവ് കൂടിയിട്ടുണ്ട്. അത് പല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ നമ്മൾ അമിതമായിട്ട് വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ഫ്ലൂറൈഡിന്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ നിന്നും കൂടി വെള്ളം എടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങളും ഇപ്പോൾ പുതുതായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. പിന്നെ ജലത്തിന്റെ ദൗർലഭ്യം എന്ന് പറയുന്നത് ജൈവവൈവിധ്യത്തെ, ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തെ, അതിന്റെ സേവനങ്ങളെ ഒക്കെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. കൃഷിയെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ സാമൂഹ്യ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ചെലവാക്കേണ്ടുന്ന പൈസ അതിൽ വർധനം ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവരും രോഗാതുരരാകുന്ന ഒരവസ്ഥയാണ്. വെള്ളം മൂലം അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരം മൂലം ഒക്കെ രോഗമാകുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വരുന്നുണ്ട്. കൃഷിയിൽ നിന്നും ഭൂമിയിൽ നിന്നും കിട്ടിയിരുന്ന വരുമാനം കുറയുന്നതും അവരുടെ സാമൂഹ്യ സുരക്ഷയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, സർക്കാരുകൾക്ക് ജലം ശുദ്ധീകരിക്കാനായിട്ട് ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ലോകത്തെ തന്നെ ഈ വായു മലിനീകരണവുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും അധികം രോഗം ഉണ്ടാകുന്ന രാജ്യത്തിലൊന്ന് ഇന്ത്യ എന്ന് നമുക്കറിയാം. ഏറ്റവും അധികം അന്തരീക്ഷ മലിനീകരണമുള്ള രാജ്യങ്ങളിൽ ഈ പാകിസ്ഥാൻ കഴിഞ്ഞതിനടുത്ത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ജലമലിനീകരണവുമായിട്ട് ബന്ധപ്പെടുത്തി ഏതാണ്ട് 37.7 ദശലക്ഷം ഇന്ത്യക്കാര് എല്ലാ വർഷവും ജലജന്യ രോഗങ്ങൾ അവർക്ക് പിടിപെടുന്നുണ്ട് എന്നുള്ളതാണ് ആ കണക്ക്. അതിനകത്ത് ഏതാണ്ട് 1.5 ദശലക്ഷം കുട്ടികൾക്ക് ഡയറിയ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അത് പ്രധാനമായിട്ടും ജലമലിനീകരണവുമായിട്ട് ബന്ധപ്പെടുത്തി സംഭവിക്കുന്നതാണ്. ഇതിനുവേണ്ടി ഓരോ വർഷവും ഇന്ത്യയിൽ ചെലവാക്കുന്നത് ഏതാണ്ട് 900 മില്യൺ രൂപയാണ് എന്നുള്ളത്, ദശലക്ഷം രൂപയാണ് എന്നുള്ളതാണ് കണക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന പൈസയിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ അടുത്ത കാലത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളാണ് എന്ന് കാണാം. അതിനോടൊപ്പം തന്നെ ജലാശയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന മാലിന്യങ്ങൾ, കീടനാശിനികൾ ഉൾപ്പെടെ ഇതൊരു വലിയ പ്രശ്നമാണ്. അതിനകത്ത് മറ്റ് സമുദ്ര മലിനീകരണത്തിലേക്ക് പറ്റി ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു കണക്കുകൊണ്ട് ഈ പ്രത്യേകിച്ചും ഈ പരിസ്ഥിതി നാശം, എൻവയറമെന്റൽ ഡീഗ്രഡേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വർഷം ഉണ്ടാക്കുന്നത് ഏതാണ്ട് 3.75 ട്രില്യൺ US$ ഇന്ത്യൻ രൂപയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക്. അത് മാത്രമല്ല, ജലമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ അത് ചികിത്സിക്കാനായിട്ട് ഇന്ത്യക്കാര് ഏതാണ്ട് 670 മുതൽ 610 ദശലക്ഷം രൂപ ഓരോ വർഷവും ചെലവാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രശ്നം കുട്ടികളിലാണ്. ഇതാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അത് മാത്രമല്ല, ഒരു 4 ലക്ഷത്തോളം ആൾക്കാരുടെ ജീവിതത്തെ ഇപ്പൊ തന്നെ ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
ഇനി വീണ്ടും നമ്മൾ അധികമൊന്നും സംസാരിക്കാത്തൊരു വിഷയം എന്ന് പറയുന്നത് ജലാശയങ്ങളിലെത്തുന്ന നൈട്രജനാണ്, പ്രത്യേകിച്ച് നൈട്രേറ്റ് ആണ്. അപ്പൊ നൈട്രേറ്റ് വളരെയധികം പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമുള്ള അത്ര വളമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അതിലധികം വളം ഉപയോഗിക്കുന്നുണ്ട്, ആവശ്യം ഉള്ളതിലധികം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന നൈട്രജൻ പ്രത്യേകിച്ചും അത് കൂടുതൽ വെള്ളത്തിലേക്ക് എത്തുന്നുണ്ട്. അത് നൈട്രജൻ സൈക്കിളിനെ മുഴുവനായിട്ട് മാറ്റുന്നുണ്ട് ജലാശയങ്ങളുടെ. മാത്രമല്ല ഭൂമിയുടെ മൊത്തം നൈട്രജൻ സൈക്കിളും ഇപ്പോൾ ഇത് കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നതേ ഉള്ളൂ. കാരണം അതൊരു പുതിയ പ്രതിഭാസമാണ്. ഈ നൈട്രജൻ വളരെയധികം വെള്ളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അടുത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വലിയ വിഷയമാണ് എന്നുള്ളതാണ്. ഇതിനൊക്കെ പുറമെ ഇപ്പോൾ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ കൃഷിക്ക് നല്ല ജലം ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ മലിനജലം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കഴിക്കുന്നവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം പച്ചക്കറികളിലാണ് ഇപ്പോൾ ഏറ്റവും അധികം മാലിന്യങ്ങൾ എത്തിപ്പെടാനുള്ള ഒരു സാധ്യത. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ശുദ്ധജലമല്ല, നല്ല ജലമല്ല. പലപ്പോഴും മാലിന്യങ്ങൾ കലർന്ന ജലം പച്ചക്കറികളിൽ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഈ ഹെവി മെറ്റൽ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കപ്പെടാനും അതുവഴി മനുഷ്യരിലേക്ക് എത്താനുമുള്ള ഒരു സാധ്യത ഏറ്റവും അധികം ഉണ്ട് എന്നുള്ളതാണ്. ഇത് മലിനജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്. ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ പലപ്പോഴും പച്ചക്കറികളായിട്ട് ഇലക്കറികളായിട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇലകളല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്ന ഓരോ കാലങ്ങളിലും നമ്മുടെ സീസണൽ സൈക്കിൾ അനുസരിച്ചിട്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന ഇലകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അതെല്ലാം മാറിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെയാണ്. ഇത് ഭൂമിയിൽ ചേർന്ന് വളരുന്നവയാണ്. ഇത് ഇത്തരത്തിലുള്ള ഘനലോഹങ്ങൾ ഉൾപ്പെടെ വലിച്ചെടുത്ത് ശേഖരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ്. ഇത് വലിയ വിഷയമാണ്. നമ്മൾ ആഹാര രീതികളിൽ വരുന്ന മാറ്റം, നമ്മൾ വിളകൾ പ്രത്യേകിച്ചും നമ്മൾ ഇലക്കറികൾ ഉപയോഗിക്കുന്നതിൽ വരുന്ന മാറ്റം, ഇതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പല സ്ഥലങ്ങളിലും ഈ ആഴ്സനിക്കും ഫ്ലൂറൈഡും ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴും അവയും നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത് ഒരുപാട് ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ഫ്ലൂറൈഡും എല്ലാം ഘനലോഹങ്ങളാണ്. ആദ്യമായിട്ട് ബാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കിഡ്നിയെ തന്നെയാണ്, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് രോഗാണുക്കൾ വെള്ളം വഴി മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. പല സ്രോതസ്സുകളിൽ നിന്നും പ്രത്യേകിച്ച് കരയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ നിരവധി രോഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് മുതിർന്നവരല്ല. ജലവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളിൽ അതെല്ലാം കുട്ടികളാണ് എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജലജന്യ രോഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്നത്. അതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും ഡയറിയൽ ഡിസീസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളിലാണ്, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളിലാണ്. മറ്റു പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥാ മാറ്റമാണ്. ഇപ്പൊ കാലാവസ്ഥാ മാറ്റം ഈ പ്രശ്നങ്ങളെയൊക്കെ കുറച്ചും കൂടി രൂക്ഷമായിട്ടുണ്ട്, കാരണം രൂക്ഷമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റത്തിന്റെ ഏറ്റവും അധികം സമ്മർദ്ദം ഉണ്ടാകുന്നത് ഏറ്റവും കുറച്ച് ലഭ്യമായ ശുദ്ധജലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രശ്നമാണ്. അത് പലപ്പോഴും ഇത്തരത്തിലുള്ള ശുദ്ധജലത്തിന്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെയും ബാധിച്ചിട്ടുണ്ട്, അവരുടെ പോഷക സുരക്ഷയെ ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അടുത്ത കാലത്ത് യൂണിസെഫും മറ്റ് വളരെ പ്രശസ്തമായ സംഘടനകളും നടത്തിയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥാ മാറ്റവും കൂടി ആയപ്പോൾ ഇതൊരു കോമ്പൗണ്ട് ഇഫക്റ്റ് ആണ്. ജലജന്യ രോഗങ്ങൾ ഉണ്ടായിരുന്നു, കാലാവസ്ഥാ മാറ്റം ചൂട് കൂടുമ്പോഴുണ്ടാകുന്ന അവരുടെ ഇമ്മ്യൂണിറ്റി പവറിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ ഈ ഉള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. കാലാവസ്ഥാ മാറ്റവുമായിട്ട് ബന്ധപ്പെടുത്തി വളരെയധികം പഠനങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റവും ജലത്തിന്റെ ലഭ്യതയിലുള്ള കുറവും കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഒക്കെ ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ അടുത്ത കാലത്തുണ്ടായ വെള്ളപ്പൊക്കവും അതുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും കൂടുതൽ സോഷ്യൽ ഇഷ്യൂവിൽ വന്നിരിക്കുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങളാണ്. അവരുടെ പഠനം മാറിയെന്ന് മാത്രമല്ല, ഒരു വലിയ വെള്ളപ്പൊക്കം കാണുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയും കൂടി ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഈ ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇതിൻ്റെ ഭാവിയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചസ്, വെല്ലുവിളികൾ, പ്രത്യേകിച്ചും ജലാശയത്തിൻ്റെ മലിനീകരണവും കാലാവസ്ഥാ മാറ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പഴയ അവസ്ഥയല്ല, പുതിയ മാലിന്യങ്ങൾ നമുക്ക് ജലാശയങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ പുതിയ മാലിന്യങ്ങൾ എത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എമർജിങ് പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് മരുന്നുകളാണ്. പ്രത്യേകിച്ചും അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളും അതിൻ്റെ സംയുക്തങ്ങളും ഒക്കെ മനുഷ്യ വിസർജനത്തിലൂടെയും അല്ലാതെയും നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ലോകത്ത് പല പ്രദേശങ്ങളിലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച്
ഹോർമോണുകൾ ഇപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. ഉദാഹരണം ഇംഗ്ലണ്ടിലേക്ക് തണുപ്പുള്ള ജലത്തിൽ പലപ്പോഴും മനുഷ്യ വിസർജനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഹോർമോണുകളാണ്. ഹോർമോണുകൾ പലപ്പോഴും ഈ ചെറിയ പിന്നെ കക്കയുടെയും ചിപ്പിയുടെയൊക്കെ സെക്സ് റിവേഴ്സൽ നടത്തുന്നു എന്നുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. കാരണം ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസിന് മാറ്റമൊന്നും വരുന്നില്ല, ജലത്തിൽ നിൽക്കും. ഈ ഹോർമോൺസ് തന്നെ മറ്റ് ചെറിയ ജീവികളുടെ ശരീരത്തിലേക്ക് കയറും. അവരുടെ പ്രത്യേകിച്ചും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കും. പല പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസും എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് ആണ്, അതിനെ ബാധിക്കുന്നുണ്ട്. നോർമൽ ഫംഗ്ഷനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് പുതിയ ഇനം മാലിന്യങ്ങളാണ്. ഈ പണ്ടുണ്ടായിരുന്ന അതല്ല, പുതിയ എമർജിങ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണ് എന്നുള്ളതാണ്. രണ്ടാമത് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് മാത്രമല്ല, പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്. ഇപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ബീഡ്സ് ആണ്, മൈക്രോ ബീഡ്സ് ആണ്. മൈക്രോ ബീഡ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ പിന്നെ പോളിമറുകളാണ്, മൈക്രോ ബീഡുകളാണ്. മൈക്രോ ബീഡുകളും പലപ്പോഴും കാർസിനോജനിക്കാണ്. ഇതെല്ലാം പോളിമറാണ്, പ്ലാസ്റ്റിക് ആണ് അത്യധികമായിട്ട്. അങ്ങനെയുള്ള ഈ മൈക്രോ ബീഡുകളും ഇപ്പോൾ ഒരുപാട് ജലാശയങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ അധികം ചർച്ച ചെയ്യാത്തത് മൈക്രോ ഫൈബ്രിൽസ് ആണ്. ഓരോ തവണയും നമ്മൾ പിന്നെ വാഷിംഗ് മെഷീനിൽ സിന്തറ്റിക് ക്ലോത്തുകൾ ഉപയോഗിക്കുമ്പോൾ ആയിരക്കണക്കിന് മൈക്രോ ഫൈബ്രിൽസ് അതിൽ നിന്ന് ജലാശയങ്ങളിലേക്ക് എത്തപ്പെടുന്നു. ഇതെല്ലാം പൊതു ജലാശയങ്ങളിലേക്കാണല്ലോ അവസാനം എത്തുന്നത്. ഈ മൈക്രോ ഫൈബ്രിൽസിന്റെ പ്രത്യേകത ഉണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കഷ്ണങ്ങൾ പോലെയല്ല, ഇത് ഏറ്റവും ചെറിയ നാനോ ഫൈബ്രിൽസിന് നമ്മുടെ ബ്ലഡ് വെസൽസിന് അകത്തുകൂടി തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷങ്ങളിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തില്, മനുഷ്യന്റെ ഹൃദയത്തില്, എന്തിന് സ്പേമില് വരെ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നാനോ ഫൈബ്രിലുകളുടെ സാന്നിധ്യമാണ് എന്നുള്ളതാണ്. ഇത് എന്തൊക്കെയാണ് മനുഷ്യരുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളതെല്ലാം ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇമർജിങ് പൊല്യൂട്ടൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ആരോഗ്യരംഗത്ത് ആരോഗ്യത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്ലാസ്റ്റിക്കുകളുടെ ചെറിയ മൈക്രോ പ്ലാസ്റ്റിക്, നാനോ പ്ലാസ്റ്റിക് മാത്രമല്ല, അത് പിന്നെ ഈ നമ്മുടെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ജലാശയങ്ങളിലേക്ക് എത്തുന്നത് വേറൊരു പ്രശ്നമാണ്. ഇപ്പൊ ആന്റിബയോട്ടിക്കുകളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം, ഹോസ്പിറ്റൽ വേസ്റ്റിൽ നിന്നായാലും മറ്റ് സ്രോതസ്സുകളിൽ നിന്നായാലും ഇത് ജലാശയങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് എത്തുന്നത് ചെറിയ അളവിലാണ്. ഇപ്പൊ ചെറിയ അളവിൽ ആന്റിബയോട്ടിക്കുകൾ ജലാശയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്ടീരിയ സ്വാഭാവികമായിട്ടും ഇതിന് റെസിസ്റ്റൻസ് നേടും. ഇതിനൊരു പ്രതിരോധ സംവിധാനം അത് തന്നെ ഡെവലപ്പ് ചെയ്യും. ഈ പ്രതിരോധ സംവിധാനം ബാക്ടീരിയക്ക് ഉണ്ടാകുന്നത് അതിന്റെ ജനിതക മാറ്റമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ആന്റിബയോട്ടിക് ജീനുകൾ പലപ്പോഴും ബാക്ടീരിയയിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ നടക്കും. കാരണം അറിയാം, ലോകത്ത് ഏറ്റവും പെട്ടെന്ന് പ്രജനനം നടത്തുന്നത് ബാക്ടീരിയകളാണ്. അതിന്റെ റീപ്രൊഡക്ഷൻ വളരെ പെട്ടെന്നാണ്. ഒരു ദിവസം തന്നെ 2-3 ജനറേഷനൊക്കെ കഴിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടാൻ ഏറ്റവും എളുപ്പം ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ വഴിയാണ്, അവയുടെ വംശവർദ്ധന വഴിയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളുടെ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഇപ്പൊ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ്. അത് ഭാവിയിലും അതിന്റെ എണ്ണം വളരെയധികം കൂടാൻ ഉള്ള സാധ്യതയും കൂടി നമ്മൾ മുന്നിൽ കാണണമെന്നുള്ളതാണ്. അപ്പോൾ ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം മനുഷ്യ ശരീരത്തിൽ ഉൾപ്പെടെ വരുമ്പോൾ പലപ്പോഴും പണ്ട് ഉപയോഗിച്ചിരുന്ന ആന്റിബയോട്ടിക്കിന് നമുക്ക് പിന്നെ ഏൽക്കാതെ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും ആശുപത്രികളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇതിന്റെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയ്ക്ക് നിലവിൽ തന്നെ ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷി ഉണ്ടോ എന്നുള്ള ഒരു ഇതാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ് ജലാശയങ്ങളുടെ മലിനീകരണമാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനിയുള്ളത് എങ്ങനെയാണ് നമുക്ക് ഇനി വികസനവും ഇത്തരത്തിലുള്ള ജലാശയങ്ങളുടെ മലിനീകരണവും തമ്മിൽ ബന്ധപ്പെടുത്താം എന്നുള്ളതാണ്. നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 17 വികസന ലക്ഷ്യങ്ങളാണുള്ളത്. അതിൽ നേരിട്ട് ജല സംരക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നത് പ്രത്യേകിച്ചും 6ാമത്തെ ഒരു ലക്ഷ്യമാണ്. അതിന് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ പോലും ഈ പല വികസന ലക്ഷ്യങ്ങളുമായിട്ടും ജലം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം 1-2 നോക്കാം. 1-2 പോവർട്ടി അലിവിയേഷനും സീറോ ഹങ്കറുമാണ്. പോവർട്ടി അലിവിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യണം. കൃഷിയിൽ പിന്നെ മലിനീകരിക്കപ്പെട്ട ജലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെയും ബാധിക്കും എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തെ ബാധിക്കും, ആരോഗ്യ പ്രശ്നങ്ങളെ ബാധിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല വികസന ലക്ഷ്യങ്ങളുമായിട്ടും ജലത്തിന്റെ സുരക്ഷ, ജലത്തിന്റെ പിന്നെ സുരക്ഷ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല,
രണ്ടാമത്തെ ഈ ഈ ഈ ഇതിന്റെ ആശയത്തിൽ തന്നെ ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് എല്ലാവർക്കും ശുദ്ധജലം 2030 കൂടെ ലഭ്യമാകണമെന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഒരു മനുഷ്യന്റെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവകാശമാണ് ശുദ്ധജലം ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ 2030 കൂടി എല്ലാവർക്കും അവകാശപ്പെട്ട രീതിയിൽ ശുദ്ധജലം എത്തിച്ചു നൽകുക എന്നുള്ളത് രാജ്യങ്ങളുടെ ബാധ്യതയാണെന്നുള്ളതാണ് ഈ വികസന ലക്ഷ്യത്തിന്റെ ടാർഗറ്റുകളിൽ പറയുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. അപ്പോൾ 2030 കൂടി ഈ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമ്മൾ പ്രാപ്തരാണോ എന്നുള്ളതാണ് ഞാൻ അവസാന ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ നമ്മൾ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ ഇപ്പൊ നടക്കുന്ന വികസന സമീപനങ്ങളിൽ ശുദ്ധജലത്തിന് പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഈ സുസ്ഥിര വികസന സമീപനങ്ങളിൽ ജലം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം. പ്രത്യേകിച്ചും ജലജന്യ രോഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം എന്നുള്ള രീതിയിൽ, രണ്ടാമത് ജലാശയങ്ങളിലും ഏറ്റവും അധികം സമ്മർദ്ദം നേരിടുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിൽ, 2050 കൂടി ജലദൗർലഭ്യം ഏറ്റവും രൂക്ഷമാകാൻ ഇടയുള്ള രാജ്യങ്ങളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ നമ്മുടെ സമീപനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അതിനെപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പലപ്പോഴും ഈ കാലാവസ്ഥാ മാറ്റവും ജലലഭ്യതയിലുള്ള കുറവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതൊരു വലിയ വെല്ലുവിളിയാണ്. അത് ഒന്നാമത്തെ വെല്ലുവിളി നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ്. രണ്ടാമത്തത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഏറ്റവും അധികം ഇന്ന് വികസനത്തിന് സഹായിക്കുന്ന ചില മേഖലകൾ എന്ന് പറയുന്നത് ഒന്ന് കൃഷിയാണ്, രണ്ടാമത്തത് ഊർജ്ജമാണ്, മൂന്നാമത്തെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്, നാലാമത്തത് പരിസ്ഥിതിയാണ്. ഇത് നാലുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജലത്തിന്റെ ലഭ്യത എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ്. ഇനി നമ്മൾ കാലാവസ്ഥാ മാറ്റം നോക്കൂ. കാലാവസ്ഥാ മാറ്റമാണെങ്കിലും ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളുടെ ജീവസന്ധാരണ മാർഗങ്ങൾ മൂന്നാണ്. അതൊന്ന് കൃഷിയാണ്, രണ്ടാമത്തത് മത്സ്യബന്ധനമാണ്, മൂന്നാമത്തത് ഫോറസ്ട്രിയാണ്. അപ്പൊ ഈ മൂന്ന് സെക്ടറും ക്ലൈമറ്റ് സെൻസിറ്റീവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ മാറ്റം ഒരു വശത്ത്, ശുദ്ധജല ലഭ്യതയുടെ കുറവ് മറുവശത്ത്, ഇത് രണ്ടും തമ്മിൽ ഉള്ള പ്രതിപ്രവർത്തനം വേറൊരു വശത്ത്, അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെയാണ് വികസനത്തെ കാണുക എന്നുള്ളതാണ്. ഒന്നാമത് വേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ വാട്ടർ ഗവേണൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. വാട്ടർ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ജലത്തിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, അതിന് സുസ്ഥിരമായ ഒരു സമീപനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടുന്ന ഒന്നാമത്തെ വിഷയം. ഇപ്പോൾ ഈ വാട്ടർ ഗവേണൻസിന്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലരും വാട്ടർ ഗവേണൻസ് അവരുടെ വികസന സങ്കല്പങ്ങളിൽ പ്രധാനപ്പെട്ട അജണ്ടയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ രാജ്യത്ത് തീർച്ചയായിട്ടും വാട്ടർ ഗവേണൻസിന് ഒരു പ്രത്യേക സംവിധാനം അതിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ്. അത് മലിനീകരണം തടയാനും അതുപോലെ തന്നെ ജല ദൗർലഭ്യം പരിഹരിക്കാനും എല്ലാ ഉപഭോക്താക്കൾക്കും ആവശ്യമുള്ള രീതിയിൽ ജലം എത്തിച്ചു കൊടുക്കാനുമുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ കഴിയും എന്നുള്ള ചിന്തയാണ് വേണ്ടത്. അതിന് അന്തർദേശീയ തലത്തിൽ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാട്ടർ ഗവേണൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും പല തലങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് വാട്ടർ ഗവേണൻസ്, ജലം ഭരണ സംവിധാനത്തിലേക്ക്, ജലം എന്ന് പറയുന്ന ആശയം, ജലസംരക്ഷണം എന്ന് പറയുന്ന ആശയം ഭരണ സംവിധാനത്തിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കാൻ കഴിയും. ഒന്നാമത്തെ വേണ്ടത് തീർച്ചയായിട്ടും പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജലാശയങ്ങളെ പറ്റിയിട്ട്, വെള്ളത്തിന്റെ ലഭ്യതയെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഈ ഏജൻസികളുടെ കയ്യിലുണ്ടോ എന്നുള്ളത്. ജലത്തിന്റെ അളവ്, പ്രത്യേകിച്ച് ജലത്തിന്റെ ബഡ്ജറ്റ്. ഇപ്പൊ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ഫ്ലഡുമായിട്ട് ബന്ധപ്പെടുത്തി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് നമുക്കൊരു വാട്ടർ ബഡ്ജറ്റിംഗ് എവിടെയെങ്കിലും ഉണ്ടോ, നമ്മുടെ പുഴകളിൽ എവിടെയെങ്കിലും ഒരു വാട്ടർ ബഡ്ജറ്റിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴകളിൽ നിന്ന് ഓരോ നീർറവയിൽ നിന്ന് എത്രമാത്രം ജലം എത്തുന്നുണ്ട് റിസർവോയറുകളിൽ ഇത് ശേഖരിക്കപ്പെടാനുള്ള എത്ര കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റി മുഴുവനായിട്ട് നമുക്കുണ്ടോ, അത് ഒരു 2 ദിവസം പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ എത്ര വെള്ളം എത്തിപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്, അത് പ്രൊജക്ഷൻസ് ആണ്. അങ്ങനെയുള്ള കൃത്യമായിട്ടൊരു വാട്ടർ ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ടോ, ഇതാണ് ഒന്നാമത്തെ. അപ്പോൾ ചില കാര്യങ്ങളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ചില രേഖകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അത് ഇന്ത്യ പോലൊരു രാജ്യത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വാട്ടർ ബഡ്ജറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി, ജലത്തിന്റെ ലഭ്യതയുമായിട്ട് ബന്ധപ്പെടുത്തി, കാലാവസ്ഥാ മാറ്റവുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള കണക്കെടുപ്പിനെല്ലാം ജനങ്ങളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യാൻ ചില സർക്കാർ ഏജൻസികൾ മാത്രം ചെയ്യണം എന്നുള്ളൊരു പൊതു സമീപനമാണുള്ളത്. ഉദാഹരണം, മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ഒരു പുഴയുടെ ജലത്തിന്റെ മലിനീകരണത്തിന്റെ തോത് മുഴുവൻ കണക്കാക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കോളേജുകളും സ്കൂളുകളുമാണെന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ മീനച്ചിലാറുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പരീക്ഷണം നടക്കുന്നുണ്ട്. കുട്ടികളെ ഉപയോഗിച്ചിട്ട് ഈ കാലാവസ്ഥാ മാറ്റം, മഴയുടെ അളവ്, ചൂടിന്റെ മാറ്റം, ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള കണക്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ്.
ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച മുണ്ടക്കയിൽ സംഭവിച്ച ഉരുൾപൊട്ടലിന് തൊട്ടു മുമ്പ് അവിടെ വളരെ വിശദമായിട്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ വെള്ളത്തിന്റെ ഈ മണ്ണിന്റെ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള കണക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഹ്യൂമൻസ് റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന പഠനം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അന്ന് പരിഷത്തിന്റെ പ്രവർത്തനം ഉപയോഗിച്ചിട്ടാണ് ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്തത്. ഇത്രയും വലിയ ഡേറ്റ ശേഖരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്, കേരളത്തിൽ ഇന്ന് ലഭ്യമായ പക്ഷികളുടെ വിവരം ഏതാണ്ട് 10 മില്യൺ റെക്കോർഡുകളാണുള്ളത്. ഇത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് താല്പര്യമുള്ള ഗവേഷകരല്ല, താല്പര്യമുള്ള സന്നദ്ധ പ്രവർത്തകരാണെന്നുള്ളത്. കേരളത്തിൽ പൂമ്പാറ്റ നിരീക്ഷണം നടത്തുന്ന ആൾക്കാർ മുഴുവൻ പൂമ്പാറ്റയിലെ ഗവേഷണം നടത്തുന്ന ആൾക്കാരല്ല, അതിൽ താല്പര്യമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള സാധാരണക്കാരാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അമച്വേഴ്സിനെ ഉപയോഗിച്ചിട്ട്, നമുക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഉപയോഗിച്ചിട്ട്, സാധാരണ ജനങ്ങളെ ഉപയോഗിച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് ആ ഡേറ്റ വികസനത്തിന്റെ ഒരു മൂലധനമായിട്ട് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്രയധികം ജനസംഖ്യയുള്ള, ഇത്രയധികം വിദ്യാസമ്പന്നരുള്ള നാട്ടിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് വേണ്ടത് തീർച്ചയായിട്ടും ഗവർണൻസിലും ഗവൺമെന്റിന്റെ പോളിസികളിലും വരുന്ന കാതലായ മാറ്റമാണ്. നമുക്ക് പലപ്പോഴും എന്ത് വിവരം വേണമെന്നുണ്ടെങ്കിലും വിവരാവകാശ രേഖയായിട്ട് മാത്രമേ നമുക്ക് കിട്ടൂ എന്നുള്ളതാണ്. ഈ വിവരം നമ്മുടെ ജലാശയങ്ങളെ പറ്റിയിട്ട്, നമ്മുടെ ജലത്തെ പറ്റിയിട്ടുള്ള രേഖകളൊന്നും പബ്ലിക് ഡൊമൈനിൽ ട്രാൻസ്പാരന്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ലഭ്യമല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ മുന്നോട്ട് വെക്കേണ്ടുന്ന, സിസ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കേണ്ടുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പൊതുവിഭവങ്ങളെ പറ്റിയിട്ടുള്ള കണക്കുകൾ, അതിന്റെ കണക്കുകൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഈ ഗവർണൻസിന്റെ ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്പാരൻസി ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർക്ക് അക്കൗണ്ടബിലിറ്റിയും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഭാവിയിൽ ഈ വാട്ടർ ഗവർണൻസ് മാത്രമല്ല, ബയോഡൈവേഴ്സിറ്റി ഗവർണൻസ് ആയാലും തീർച്ചയായിട്ടും രാജ്യത്തുള്ള വിഭവങ്ങളുടെ കണക്ക് ആരാ എടുക്കേണ്ടത്? ഇതെല്ലാം തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. ശാസ്ത്രീയമായിട്ടുള്ള ആദ്യത്തെ കണക്കെടുപ്പുകൾ മുഴുവൻ തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. ഫോൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ബുക്കുകൾ മുഴുവൻ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ ചെയ്ത വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ആദ്യത്തെ അറിയാം, പ്ലാന്റ്സിന്റെയും ട്രീസിന്റെയും സർവേ തുടങ്ങുന്നതും വിദേശികളാണ്. അവരുടെ ഉദ്ദേശമായ ലക്ഷ്യമാണ് ഇവിടെ വിഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക, അത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിന് ശേഷം ഒന്നും ചെയ്തിട്ട് അതിനെ ഒന്ന് പുതുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ജനങ്ങളിലേക്ക് ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൗരശാസ്ത്രം എന്ന് പറയുന്ന, സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തി ജൈവവൈവിധ്യവുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് ശേഖരിക്കുന്നതിൽ അവരുടെ പങ്കാളിത്തം കൂടണമെന്നും ഇത്തരത്തിലുള്ള ഡേറ്റകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായ രീതിയിൽ നമുക്ക് ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനം ഇന്നത്തെ ഈ വിവര സാങ്കേതിക വിദ്യയെ വളർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഉള്ളൊരു പ്രിപ്പറേറ്ററി ഫേസ് നമുക്ക് വേണം. കൃത്യമായിട്ടുള്ള ജലാശയങ്ങളെ പറ്റി, ജലാശയങ്ങളുടെ സംരക്ഷണത്തിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന പാരമ്പര്യ അറിവുകളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് നമുക്ക് ആദ്യം വേണം. രണ്ടാമത്, ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഫേസാണ് അത്. എന്നാലും നമുക്ക് ഇടപെടാൻ പറ്റും. ഉദാഹരണം, നമുക്ക് ഗംഗയിലെ ഒരു പ്രശ്നം അതുപോലെ തന്നെ നമുക്കിവിടെ ഭാരതപ്പുഴയിലോ പെരിവാലിലോ ചെയ്യാൻ പറ്റില്ല. രണ്ട് രീതിയാണ്, പ്രത്യേകിച്ചും ജിയോഗ്രഫിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ വേണം നമുക്ക് പരിഹാരങ്ങൾ കാണാനായിട്ട് എന്നുള്ളതാണ്. മൂന്നാമത്, കൃത്യമായിട്ടുള്ള ഇപ്പോൾ 2021, 2030 ഇന്റർനാഷണൽ ഡെക്കേഡ് ഓഫ് UN ഡെക്കേഡ് ഓൺ എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പുനഃസ്ഥാപിക്കേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സംസാരത്തിന്റെ സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഫേസാണ്. അത് മാത്രമല്ല, ഈ ഭൂമിയുടെ മൊത്തം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ജൈവവൈവിധ്യ നാശം വന്നിരിക്കുന്നത് എല്ലാം കഴിഞ്ഞ 50 വർഷങ്ങളിലാണ്. ഒരുപാട് കാലത്തെ ചരിത്രമൊന്നുമില്ല. ഈ നാശം മുഴുവൻ, പ്രകൃതി വിഭവങ്ങൾ നശിച്ചിരിക്കുന്നത് ഏതാണ്ട് മുഴുവൻ നശിച്ചിരിക്കുന്നത് കഴിഞ്ഞ 50 വർഷങ്ങളിലാണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇടപെടേണ്ടുന്ന ഒരു സമയവും കൂടിയാണിത്. അതുകൊണ്ടാണ് എല്ലാ അന്താരാഷ്ട്ര കരാറുകളും 2030 എന്ന് പറയുന്നത്, 2050 എന്ന് പറയുന്നത് കാലയളവ് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ടിപ്പിംഗ് പോയിന്റിലാണ്. അപ്പൊ ഇത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു 3 ദശകങ്ങളിൽ തന്നെ നമ്മൾ ഇടപെടണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പലതും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിലെ ഈ എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ആയാലും ശരി, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആയാലും ശരി, ഏറ്റവും അധികം ചർച്ചകൾ നടക്കുന്നത് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാലയളവിലാണ്. അപ്പോൾ മനുഷ്യനുണ്ടാക്കി വെച്ച ഒരു നാശത്തിൽ ഇടപെടാനുള്ള ഒരു ചെറിയൊരു വിൻഡോ പീരീഡ് മാത്രമാണ് നമുക്ക് അടുത്ത ഒരു 2-3 ദശകങ്ങളിലുള്ളത്. അപ്പോൾ ആ പീരീഡിൽ തന്നെ നമ്മൾ ഇടപെടുകയും വേണം. ഇല്ലെങ്കിൽ പലപ്പോഴും ഈ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നാശം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗവേണൻസിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടണം. നമ്മളെ കുറച്ചും കൂടി കാര്യക്ഷമമാകാൻ ഉണ്ട്. പ്രത്യേകിച്ചും വാട്ടർ അവൈലബിലിറ്റി, എത്ര ജലം ലഭ്യമാണ്, കൃത്യമായിട്ടുള്ള വാട്ടർ ബഡ്ജറ്റ് എല്ലാ ജലാശയങ്ങളുമായിട്ടും ബന്ധപ്പെടുത്തി വേണം, ഭൂഗർഭ ജലവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം. അതിന്റെ അളവിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ വേണം. അതിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ കൃത്യമായിട്ട് അറിയുകയും, പലപ്പോഴും നമ്മുടെ രാജ്യത്തെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് വകുപ്പുകൾ തമ്മിലുള്ളൊരു ബന്ധമില്ലായ്മയാണ്. അപ്പൊ വകുപ്പുകൾ തമ്മിലൊരു ബന്ധമില്ലായിരുന്നെങ്കിൽ, കാരണം ജലസംരക്ഷണം എന്ന് തന്നെ
മറ്റ് പല വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് ചെയ്യുന്നത് ജലസേചന വകുപ്പാണെങ്കിൽ പോലും അതിനകത്ത് കൃഷി വകുപ്പുണ്ട്, തുറമുഖ വകുപ്പുണ്ട്, ഇങ്ങനെ പല വകുപ്പുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഒരു തീരുമാനം നടപ്പിലാക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു സിംഗിൾ വിൻഡോ മെക്കാനിസം തീർച്ചയായിട്ടും നമുക്ക് വേണം. കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് വകുപ്പുകൾ തമ്മിൽ ബന്ധിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള, ജലത്തിന്റെ സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള ഒരു കണക്കും അതിന്റെ മാനേജ്മെന്റ് സംവിധാനങ്ങളിലേക്കും വരണം. ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഞാൻ പറഞ്ഞു, ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആക്സസ് ടു വാട്ടർ, ജനങ്ങൾക്ക് ജലം കിട്ടുന്ന അവസ്ഥ എപ്പോഴും പ്രത്യേകിച്ച് ശുദ്ധജലം ലഭ്യത ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയണം. നമുക്ക് തീർച്ചയായിട്ടും സുസ്ഥിരതയെ പറ്റിയിട്ടും ജലത്തിന്റെ ലഭ്യതയെ പറ്റിയും മറ്റ് പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള ഒരു ചർച്ച പൊതുസമൂഹത്തിൽ വരികയും വേണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്ന്, കൃത്യമായിട്ടുള്ള വെല്ലുവിളികൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനകത്ത് ജലവുമായിട്ട് ബന്ധപ്പെടുത്തി, പുഴകളുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രധാനപ്പെട്ട വെല്ലുവിളി ഒന്ന് തീർച്ചയായിട്ടും മലിനീകരണമാണ്. രണ്ടാമത്തത് യൂട്രോഫിക്കേഷൻ. നേരത്തെ പറഞ്ഞു, നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ഒരുപാട് ജലാശയങ്ങളിലേക്ക് എത്തുന്നു. അത് ജലത്തിന്റെ പോഷക നിലവാരം മൊത്തമായിട്ട് മാറ്റിമറിക്കുന്ന ഒരു സമയം. കാലാവസ്ഥാ മാറ്റം ഇത് കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ചും പാത്തജൻസ്, രോഗാണുക്കൾ കൂടുതലായിട്ട് ജലാശയങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ കണ്ടാമിനൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആന്റിബയോട്ടിക്സും മറ്റ് മരുന്നുകളും ഹോർമോണുകളും ഒക്കെ നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇനി പലപ്പോഴും എന്തുകൊണ്ട് പല കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നില്ല? നമ്മൾ റിസർവോയറുകൾ മാത്രം നോക്കിയാൽ മതി. റിസർവോയറുകൾ പലതും 50 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. അതിനുശേഷം മണൽ നീക്കം ചെയ്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റും നമ്മൾ ചെയ്യണം. പലതും ഏജിങ് ആണ്, പലതും പഴയതാണ്. അതിനുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു റെക്കമെൻഡേഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് നമുക്ക് ഈ ജലത്തിന്റെ അവസ്ഥ അത് മോണിറ്റർ ചെയ്യുകയും ആ കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ടുന്ന ഒരാവശ്യമുണ്ട്. വാട്ടർ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, തിരുവനന്തപുരത്തിന്റെ കാര്യം മാത്രം എടുത്താൽ നമുക്കറിയാം, ഒറ്റ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയാണുള്ളത്. നഗരത്തിലെ ജനങ്ങൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ ഒറ്റ ജലാശയത്തിൽ നിന്ന്, അരുവിക്കര ജലാശയത്തിൽ നിന്ന് വരുന്നതാണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ മണൽ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. റിസർവോയറിൽ നിന്ന് മണൽ നീക്കം ചെയ്യാനായിട്ട് അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ വെല്ലുവിളിയാണ്, വലിയ ചലഞ്ചാണ്. കാരണം ഒന്ന്, അവിടെ ഒരു ജലാശയത്തിൽ നിന്ന് ജലം എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം, അവിടെ എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണി വന്നാൽ ജനങ്ങളുടെ മുഴുവൻ കുടിവെള്ള ലഭ്യതയെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് സംവിധാനങ്ങൾ കണ്ടെത്തുകയും അതിൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള നമുക്ക് നിയമങ്ങൾക്ക് ഒരു കുറവുമില്ല. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതിനുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. പലപ്പോഴും ഇതിനെ ഡീസെൻട്രലൈസ് ചെയ്യേണ്ടി വരും. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചിട്ട് അവിടെ ഉള്ള പ്രാദേശികമായിട്ടുള്ള ജലാശയങ്ങൾ വീണ്ടും റിനോവേറ്റ് ചെയ്യുകയും അതിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ഉൾപ്പെടെ ഏറ്റവും അധികം നശിച്ചു പോയിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗതമുണ്ടായിരുന്ന കുളങ്ങളും ആവാസ വ്യവസ്ഥകളുമാണ്. അപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുകയും അതിനെ ഒരു നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് തന്നെ ഉപയോഗിച്ചിട്ട് പുനഃസൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രാദേശിക ജലലഭ്യതയുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒപ്പം നമുക്ക് കാലാവസ്ഥ മാറുന്നു, അതിനനുസരിച്ചിട്ടുള്ള അഡാപ്റ്റേഷനിലേക്കും നമ്മൾ വരേണ്ടുന്ന ഒരു സമയമാണ്. ഇതിനൊക്കെ പുറമെ ജനങ്ങളെ കുറച്ചും കൂടി ബോധവൽക്കരിച്ച് കൊണ്ടുവരേണ്ടുന്ന ഒരു സമയവും കൂടിയാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഈ സംസാരത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരാം. പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള മോഡലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോഗത്തിൽ വരുത്താമെന്നുള്ള ചിന്ത നമുക്ക് വരണം. കാരണം ഈ ജലത്തിന്റെ ഗുണനിലവാരം മോണിറ്റർ ചെയ്യുക എന്നുള്ള വലിയൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാരണം പഴയതുപോലെ ഇതിന്റെ ഓരോന്നിൻ്റെയും എടുത്ത് കെമിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗിൽ പുതിയ സംവിധാനങ്ങൾ, ഞാൻ അതിലേക്ക് വരാം. പിന്നെ പുതിയ മാലിന്യങ്ങൾ വരുന്നുണ്ട്, എമർജിങ് കണ്ടാമിനൻസ്, ആന്റിബയോട്ടിക്സ് ഉൾപ്പെടെയുള്ള പുതിയ മാലിന്യങ്ങൾ. അത് പലപ്പോഴും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോഴും എല്ലായിടത്തും ഇല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു രീതി വേണം. ഡേറ്റകൾ കൃത്യമായിട്ട്, എല്ലാ ജലത്തിന്റെ ലഭ്യത, ജലത്തിന്റെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകൾ കൃത്യമായിട്ട് കിട്ടാനുള്ള സംവിധാനവും അത് അനാലിസിസ് ചെയ്യാനുള്ള ഒരു സംവിധാനവും നമുക്ക് വേണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മെറ്റാ ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടൊരു വഴിയില്ല. കാരണം നമുക്ക് ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റ വെച്ചിട്ടല്ല നമ്മൾ കളിക്കേണ്ടത്. കേരളത്തിലൊരു കൃത്യമായിട്ട് ജലത്തിന്റെ ഒരു ജലാശയത്തിന്റെ വാട്ടർ ബഡ്ജറ്റ് കണക്കാക്കണമെങ്കിൽ 50 വർഷത്തെ ഡേറ്റയെങ്കിലും നമ്മൾ എടുത്ത് പരിശോധിക്കുക മാത്രമേ നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് പ്രഡിക്ഷൻ നടത്താൻ പറ്റൂ. അപ്പോൾ അതിന് മെറ്റാ ഡേറ്റ അനാലിസിനുള്ള സംവിധാനങ്ങൾ വേണം. ഈ ജലജന്യ രോഗങ്ങൾ തടയാനുള്ള
ഫലവത്തായ മാർഗ്ഗങ്ങൾ വരണം. അതിന് കൃത്യമായിട്ടുള്ള പോളിസിയും ഗവർണൻസ് സംവിധാനങ്ങളും വരണം. കൃത്യമായിട്ട് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലത്തിന്റെ കണക്കെടുപ്പ് വളരെ അടിയന്തരമായിട്ടും കൃത്യമായിട്ടും നടപ്പിലാക്കേണ്ടുന്ന ഒരു സമയവും കൂടിയാണ്. പല രാജ്യങ്ങളും നന്നായിട്ട് ഈ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരുടെ ടെക്നോളജികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗിച്ച് കൃത്യമായിട്ട് ഈ വാട്ടർ ക്വാളിറ്റി നിരീക്ഷിക്കേണ്ടുന്ന സംവിധാനങ്ങൾ പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അതിന്റെ മാതൃക നമുക്ക് ചെയ്യാം. നമ്മുടെ രാജ്യത്ത് വന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് പല വകുപ്പുകളെയും യോജിപ്പിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ജലജീവൻ മിഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മിനിസ്ട്രി ഓഫ് ജലശക്തി എന്ന് പറയുന്ന ഒരു ഒറ്റ വകുപ്പായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു വലിയ നല്ല കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഏകോപിപ്പിക്കാൻ ഒരൊറ്റ മന്ത്രാലയമാണെങ്കിൽ ഈ കാര്യങ്ങൾ കുറച്ചും കൂടി ഫലവത്തായിട്ട് നടപ്പിലാക്കാനായിട്ട് കഴിയും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒരു വലിയ ടെക്നോളജികളല്ല ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് പലപ്പോഴും നല്ലത്. നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്, ജലം സംരക്ഷിച്ചിട്ട് വലിയ പാരമ്പര്യമുണ്ട്, പരമ്പരാഗത ജലസംരക്ഷണ മാർഗങ്ങളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു വിവിധങ്ങളായ ഈ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റംസ്. അതിനെ ഒന്ന് തിരിച്ചു കണ്ടെത്തുകയും അതിനെ എങ്ങനെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ പുതിയ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി പുനരാവിഷ്കരിക്കാൻ പറ്റുമെന്നുള്ള ആലോചന വേണം. അതിപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഉദാഹരണം രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെ പണ്ട് വെള്ളം പ്രത്യേകിച്ച് റെയിൻ വാട്ടർ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന മെത്തേഡ്സ് കണ്ടെത്തി അതിന്റെ സാങ്കേതിക വിദ്യ പുതിയ സാഹചര്യത്തിനനുസരിച്ച് മാറ്റിയിട്ട് അങ്ങനെ ജലസംരക്ഷണം നടത്തുന്ന രീതി എല്ലാ സ്ഥലങ്ങളിലും സ്വീകരിക്കുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമാണ്. പലപ്പോഴും ഒരു വിദേശ സംവിധാനത്തെ കടമെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ പണ്ട് ജലം സംരക്ഷിച്ച് വെച്ചിരുന്ന പല മാർഗങ്ങളെയും വീണ്ടും കണ്ടെത്തി അതൊരു പുതിയ എഞ്ചിനീയറിംഗ് പരിഷ്കരണത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് വേണ്ടത് അതൊരുപാട് പേർക്ക് ജോലി കൊടുക്കും. കാരണം പല സ്ഥലങ്ങളിലും ജലസംരക്ഷണം എന്ന് പറയുന്നത് ഈ പുഴകളുടെ, കൃഷിയിടങ്ങളുടെ പുനരുജ്ജീവനം എന്ന് പറയുന്നത് ഇനി വരുന്ന കാലങ്ങളിൽ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. കാരണം നമ്മൾ തുടങ്ങിയിട്ടില്ല. പല സ്ഥലങ്ങളിലും ചെറിയ ചാലുകളും ചെറിയ കുളങ്ങളും അതുപോലെ തന്നെ ജലാശയങ്ങളും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത്, അതിനെ റിസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് പുതിയ സാങ്കേതിക വിദ്യയും പുതിയ എഞ്ചിനീയറിംഗ് പരിശീലനവും വേണ്ടുന്നൊരു കാര്യമാണ്. അത് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യും. ആ രീതിയിലേക്ക് വേണം. അപ്പോൾ സ്കില്ലിങ് ഒരു വലിയ ഫാക്ടറാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാരെ സ്കില്ലിങ് നടത്തുക എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും പരമ്പരാഗതമായിട്ടുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് വെള്ളം തിരിച്ച് ജലത്തിന്റെ ലഭ്യത കൂട്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ മാതൃകകളായിട്ട് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അതാണ് നമുക്ക് കൂടുതൽ അഭികാമ്യം വലിയ പദ്ധതികളെക്കാളും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ജലം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആസൂത്രണത്തിലും അതുപോലെ തന്നെ ഗവർണൻസിലും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറണം. ഒരുപക്ഷെ പലപ്പോഴും കേരളത്തിൽ ഉൾപ്പെടെ ഈ ജലവികസനം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമില്ലാത്തൊരു വകുപ്പാണ്. വിനോദസഞ്ചാരത്തിന്റെ ഒരു പ്രാധാന്യം പോലും ജലവിഭവ സംരക്ഷണത്തിന് കിട്ടാറില്ല എന്നുള്ളതാണ്. ജലസേചന വകുപ്പിനും കിട്ടാറില്ല. അപ്പോൾ അതല്ല വേണ്ടത്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം, മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള ആദ്യത്തെ ഘടകം എന്നുള്ള രീതിയിൽ ജലത്തിന് ആ പ്രാധാന്യം വരണം. സുസ്ഥിര വികസന പരിപ്രേക്ഷ്യത്തിൽ വേണം ലക്ഷ്യങ്ങളിൽ ഇത് സന്നിവേശിപ്പിക്കാനും കൂടി നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണം ഈ ജലവുമായിട്ട് ബന്ധപ്പെടുത്തിയ ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തി സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെടുത്തി ഐക്യരാഷ്ട്ര സംഘടന ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ബി ദി ചേഞ്ച്, ടേക്ക് ദ ചലഞ്ച് എന്നുള്ളതാണ്. ബി ദി ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയും, ജലസംരക്ഷണത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തും ഒരു ചലഞ്ചായിട്ട് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരും കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? അത് പല രീതിയിലുള്ള ക്യാമ്പയിൻ, പല രീതിയിലാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഈ ക്യാമ്പയിൻ പല രീതിയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാറ്റത്തിന്റെ കാരണക്കാരാകാൻ കഴിയുമോ, അതിൽ നിങ്ങൾക്ക് പങ്കാളിയാവാൻ കഴിയുമോ, ആവുമെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണം. നിങ്ങൾ വളരെ മടിയനായ ഒരാളാണെന്ന് വെച്ചോളൂ. മടിയനായ ആളാണെങ്കിൽ നിങ്ങളെ ഒരു ദിവസം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, എവിടെയൊക്കെ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നിങ്ങളൊരു 20 മിനിറ്റ് കുളിക്കുന്ന ആളാണെങ്കിൽ കുളി ഒരു 5 മിനിറ്റ് ആക്കി മാറ്റിയാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഒരുപാട് കുളിക്കുന്നത് ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന പഠനങ്ങൾ കാണിക്കുന്നത്. കുളിക്കരുതെന്നല്ല, പക്ഷെ കുളിക്കുക എന്നുള്ളത് ഒരുപാട് വെള്ളം ചിലവാക്കി ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ലേസിയായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കാര്യമാണ്. അപ്പോൾ അതിൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിക്കുന്ന ഫ്ലഷുകൾ ഇപ്പം ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളിലും നിങ്ങൾ വ്യക്തി എന്നുള്ള രീതിയിൽ തുടങ്ങാൻ കഴിയും. ഏറ്റവും മടിയനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓരോ ജീവിതത്തിൽ ഓരോ ദിവസവും എവിടെ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സമൂഹത്തിൽ വന്നാൽ, അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഒരു സമൂഹത്തിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉദാഹരണം, നിങ്ങൾ ഒരു ജലാശയത്തിൽ, നിങ്ങളുടെ വീടിനടുത്തുള്ള ജലാശയത്തിൽ കുറേ പ്ലാസ്റ്റിക് കിടന്നാൽ
ഉടൻ തന്നെ പത്രത്തിലൊരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നതിനപ്പുറം അതെടുത്തൊന്ന് മാറ്റാൻ നിങ്ങളോ കൂട്ടുകാരോ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. നമുക്ക് ഉദാഹരണമുണ്ട്. പിന്നെ രാജപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ച ഒരു മനുഷ്യനുണ്ട്. ഒന്നുമില്ല, രാവിലെ അതേ ഇറങ്ങും, പിന്നെ വേമ്പനാട് കായലിൽ ഓരോ ദിവസവും 100 കണക്കിന് പ്ലാസ്റ്റിക് ബോട്ടുകൾ ശേഖരിക്കും. അങ്ങനെ ഒരു മാസം അദ്ദേഹം ഒരു 10-15 പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ചെയ്യുന്നത് അയാളത് വിറ്റാനും ജീവിക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു സമൂഹത്തിൽ ഇടപെടാൻ, പ്രതികരിക്കുന്നതിനപ്പുറം ഇടപെടാനുള്ള സംവിധാനങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് വലിയ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ വരുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തി, നിങ്ങളെ വർക്ക് സ്പേസുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു സമീപനമാണ്. ഇങ്ങനെ പല രീതിയിൽ ഈ ക്യാമ്പയിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അത്തരത്തിലുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇതൊരു സോഷ്യൽ അവയർനെസ്സും കൂടിയാണ്. ഇന്നൊരു സോഷ്യൽ മീഡിയ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ. കാരണം പുതിയ തലമുറ മുഴുവൻ കാണുന്നത് മുഴുവൻ ഈ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇതിന് വരണം എന്നുള്ളതാണ്. പക്ഷേ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ മാറ്റം നടന്ന കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചൈനയിൽ പോകുമ്പോൾ അവർ പുതിയ നഗരങ്ങൾ ഉണ്ടാക്കുകയാണ്. ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ ഭൗതിക വികസനം നടക്കുന്ന രാജ്യം ചൈനയാണ്. കാരണം സമ്പദ് വ്യവസ്ഥ വളരെ ശക്തമാണ്. ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം, ഏറ്റവും വലിയ പാലങ്ങൾ, ഏറ്റവും വലിയ പിന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ മുഴുവൻ ചൈനയിലാണ് വരുന്നത്. അപ്പോൾ ചൈന ഒരു പുതിയ ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നത് സ്പോഞ്ച് സിറ്റി എന്നാണ്. സ്പോഞ്ച് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രദേശം മുഴുവൻ ഏറ്റെടുത്തിട്ട് അവിടെ മുഴുവൻ ജല സംരക്ഷണത്തിനുള്ള ഡിസൈൻ ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് ഡിസൈൻ ഉണ്ടാക്കുക. അങ്ങനെ ഒരു വലിയ പിന്നെ ഒരു ഏരിയ, ഹ്യൂമൻ സെറ്റിൽമെന്റ് ഏരിയ അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുഴുവൻ എഞ്ചിനീയറിംഗ് ഇന്റർവെൻഷൻസ് ആണ്. ഒരു തുള്ളി വെള്ളം പോലും ആ പ്രദേശത്ത് വീഴുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. അവിടെ മുഴുവൻ അത് സംരക്ഷിച്ച് വെക്കാനുള്ള സംവിധാനങ്ങൾ, അതിനെ റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാനും ഏറ്റവും ഒരു സർക്കുലർ എക്കണോമിയിലേക്ക് പ്രാദേശികമായിട്ട് വരാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇത്. കേരളത്തിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അത് നമ്മുടെ വയനാട് പരീക്ഷ നമ്മുടെ പിന്നെ കാർബൺ ന്യൂട്രൽ മീനങ്ങാടി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി പലപ്പോഴും പദ്ധതി തലത്തിൽ നിൽക്കുന്ന ഉണ്ട്. പക്ഷെ നല്ലൊരു ആശയമാണ്. കാർബൺ ന്യൂട്രൽ മീനങ്ങാടി എന്ന് പറയുന്ന ആശയം കേരളത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രായോഗിക തലത്തിലേക്ക് എത്താനായിട്ട് ഒരുപാട് പ്രയത്നം വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അത് അവർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ജലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പ്രാദേശിക അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയോടി എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ ചൈനയുടെ സ്പോഞ്ച് സിറ്റികളുടെ ഒരു സിറ്റി ഓൾറെഡി അവർ നിലവിൽ വന്നിട്ടുണ്ട്. അവിടെ എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളും, വാട്ടർ ക്വാളിറ്റിയും, വെള്ളത്തിന്റെ അളവും, വെള്ളത്തിന്റെ ബഡ്ജറ്റിങ്ങും എല്ലാം ചെയ്യുന്നത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ നമുക്കൊരു മോഡലല്ല. കാരണം ഇത് ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു പ്രക്രിയയാണ്. ഒരു മോഡൽ ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ ഇനിഷ്യേറ്റീവ് ഇന്ത്യയും കൂടെ അതിനകത്ത് ഭാഗമായിട്ടുണ്ട്. ഇത് ഇമാജിൻ H2O എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതൊരു പ്രൈവറ്റ് സംഘടനയാണ്. അവർ ചെയ്യുന്നത്, അവർ ലോകമെമ്പാടും ജലവുമായിട്ട് ബന്ധപ്പെടുത്തിയ പുതിയ ആശയങ്ങൾ സ്റ്റാർട്ടപ്പായിട്ട് അവതരിപ്പിക്കാനുള്ള സഹായം ചെയ്യുക എന്നുള്ളതാണ്. ഇത് പുതിയ ആശയമാണ്. കാരണം ചെറുപ്പക്കാർ ഒരുപാട് ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളെല്ലാം സ്റ്റാർട്ടപ്പായിട്ട് അവതരിപ്പിക്കുക, അത് പിന്നെ ഒരു കമ്പനിയാകാനുള്ള സഹായവും സാങ്കേതിക സഹായവും ഒക്കെ കൊടുക്കുക എന്നുള്ളൊരു ഇന്ത്യയിൽ 1-2 കമ്പനികൾ ഇത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. H2O, ഇമാജിൻ H2O എന്നാണ് ആ കമ്പനിയുടെ പേര്. മെയിനായിട്ട് ഈ ജലവുമായിട്ട് ബന്ധപ്പെടുത്തിയ സാങ്കേതിക വിദ്യകൾ അത് പ്രോഡക്റ്റ് ആക്കാനും അത് ബിസിനസ്സിലേക്ക് വരാനുമുള്ള സാങ്കേതിക സഹായങ്ങൾ നൽകുക എന്നുള്ളൊരു പുതിയ സംഘടനയാണ്. ഇതെല്ലാം ലോകത്ത് നടക്കുന്ന പരീക്ഷണങ്ങളാണ്. പ്രത്യേകിച്ചും ഈ ജലവുമായിട്ട് ബന്ധപ്പെടുത്തിയ രംഗങ്ങളിൽ ഇന്ത്യയിലും ഒരുപാട് ഇത്തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള ഇന്റർവെൻഷൻസ് നടക്കുന്നുണ്ട്. അത് ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ പിന്നെ നീതി ആയോഗ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രത്യേകിച്ചും പാരമ്പര്യ വിജ്ഞാനം അനുസരിച്ചിട്ട് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും മഴവെള്ള കൊയ്ത്ത് നടത്തുന്ന സംവിധാനങ്ങളെല്ലാം പുനഃസൃഷ്ടിക്കുകയും അതിനെ മോഡലാക്കി പ്രദേശങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ചില നല്ല കൃത്യമായിട്ടുള്ള ഇന്റർവെൻഷൻ നടന്നിട്ടുണ്ട്. നേരത്തെ സംസാരിച്ച ജലസമൃദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഉദാഹരണമാണ്. എങ്ങനെയാണ് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ജലം പ്രാദേശികമായിട്ട് തന്നെ സംരക്ഷിച്ചാൽ എങ്ങനെ ഭൂഗർഭ ജലത്തിന്റെ അളവ് കൂടുമെന്ന് നേരിട്ട് കാണിച്ച ഒരു എക്സാമ്പിൾ ആ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് ചെയ്യണമെങ്കിൽ വേണ്ടത് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ വില്ലാണ്. ചില ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള നേതൃത്വമാണ്. അത്തരം നേതൃത്വത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള സർക്കാരുകളുണ്ടെങ്കിൽ, വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇന്ത്യയിൽ
കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. കാരണം മറ്റ് രാജ്യങ്ങളെ പോലെയല്ല ഇന്ത്യ. ഏറ്റവും അധികം ജനസംഖ്യയുണ്ട്, ഏറ്റവും അധികം സമ്മർദ്ദം ജലാശയങ്ങളിലുണ്ട്. വികസനവുമായിട്ട് ബന്ധപ്പെടുത്തിയ എല്ലാ ചിന്തകളുടെയും അടിസ്ഥാനം തീർച്ചയായിട്ടും തുടങ്ങുന്നത് ജനത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ജലവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വികസനത്തിനെ മുന്നിൽ കാണാൻ നമ്മുടെ ഭാവി വികസന പദ്ധതികളിലൊക്കെ തന്നെ ജലാശയങ്ങൾ, തണ്ണീർത്തടങ്ങൾ അത് സംരക്ഷിക്കാനുള്ള ആശയങ്ങൾ മുൻനിരയിൽ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനവും കൂടി ഇന്ത്യയിൽ ഉണ്ടാകണം. ഇപ്പോഴും അതിന് സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്ന് ഇന്ത്യ തന്നെയാണ്. ഒരേ ഒരു കാര്യം, ജലത്തിൻ്റെ മിസ്മാനേജ്മെൻറ്റ് തടയാനും അത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയണം. പിന്നെ ഇന്ത്യയിൽ ഇക്കാലം ഒന്നും ഉണ്ടാകാത്തത് ഈ ഇത്തരം പഠനങ്ങളും അറിവും ഉണ്ടെങ്കിലും നമ്മുടെ പൗരബോധം ഇതനുസരിച്ച് പലപ്പോഴും മാറിയിട്ടില്ല. ഇത് നമ്മളൊരു ജലാശയത്തിൽ പോയാൽ, ഒരു ഇന്ത്യയിലൊരു ഒരു ടൂറിസം കേന്ദ്രത്തിൽ പോയാൽ നമുക്ക് കാണാം. നമ്മളിപ്പോഴും അവിടെ പോയാൽ പ്ലാസ്റ്റിക് മാലിന്യം കൃത്യമായിട്ട് അതിൻ്റെ കരയിൽ തന്നെ ഇടും. നമ്മൾക്ക് ഒരു നമുക്കൊരു ട്രാഫിക് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം എന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് ഉള്ളൂ. അതൊരു പൗരബോധത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസം, ഇന്ത്യയിലെ ഈ ബോധവൽക്കരണ പരിപാടി കൃത്യമായിട്ടൊരു മാറിയ പൗരബോധത്തിലേക്ക് കൂടെ നയിക്കാനുള്ള ഒരു ശ്രമവും കൂടി ബോധവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. താങ്ക് യു.